ദൈവത്തിൻ്റെ കരം നിന്റെ മേൽ വരുമ്പോൾ ചിലതൊക്കെ ജീവിതത്തിൽ നിന്ന് മാറും, ചിലതൊക്കെ തിരിച്ചു വരും. ദൈവത്തെ കണ്ടുമുട്ടുന്നത് ഒരു നഷ്ടമല്ല, അത് നഷ്ടപ്പെട്ടത് തിരിച്ചു വരാൻ കാരണമായി മാറും. നല്ല ദിവസം, ഈ മാസത്തിൻ്റെ 3-ാം വെള്ളിയാഴ്ച ദിവസം നമുക്ക് നമ്മളെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്നും ഇന്നലെയുമായി സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന, ദൈവവചനം കേൾക്കാൻ ഒരുങ്ങുന്ന നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു തകർച്ചയല്ല, ഒരനുഭവവും ഒരു സാക്ഷ്യവുമാണ്. ദൈവവചനം കേൾക്കാൻ ഈ ചൂടും ആവിയും പരവേശവും ഈ ഹാളിനകത്തും പുറത്തും ഒക്കെ ഉണ്ടായിരുന്നിട്ടും ഇങ്ങനെയൊക്കെ ഇരുന്ന് വചനം കേൾക്കുന്ന, ഇത്രയും മണിക്കൂർ ഇത്ര സമയമായി ഇതിനകത്ത് കയറിയിരുന്നിട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കണമെങ്കിൽ ഒരു നല്ല മനസ്സ് വേണം, ഒരു നല്ല ആത്മാർത്ഥത വേണം, ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം. അല്ലെങ്കിൽ നമ്മളിങ്ങനെയുള്ള സാഹചര്യം ഇറങ്ങി ഓടും. ഇങ്ങനെ നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു സാക്ഷ്യമാണ്, അല്ലാതെ തകർച്ചയോ പരാജയമോ അല്ല. നിങ്ങളുടെ ആവശ്യങ്ങളെ മനസ്സിലൊന്ന് കൊണ്ടുവന്നൊന്ന് പ്രാർത്ഥിച്ച്, നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളെയും ഒന്നോർത്ത് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ശരിക്കും ഒരാളുടെ ജീവിതം മനോഹരമാകുന്നത് വലിയ വീട് വയ്ക്കുമ്പോഴല്ല, നല്ലൊരു ജോലി കിട്ടുമ്പോഴും മാത്രമല്ല, നല്ലൊരു സാലറി കിട്ടുമ്പോഴുമല്ല. എന്നാണോ ജീവിതത്തിനകത്ത് യേശു വരുന്നത്, ദൈവം വരുന്നത്, അന്നു മുതലാണ് ജീവിതത്തിനൊരു മനോഹാരിത വരുന്നത്, ജീവിതത്തിലൊരു സന്തോഷം വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നല്ലൊരു സന്തോഷം വരാൻ, ഒരു അനുഗ്രഹം വരാൻ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പാട്ടിൻ്റെ വരികളൊന്ന് 4 ലൈൻ ശ്രദ്ധിക്കുകയാണ്. അത് പാട്ടായിട്ട് മാത്രമല്ല, ഒരു പ്രാർത്ഥന കൂടിയായി അത് പാടുകയാണ്. സ്നേഹമേകീടേണമേയൻ മനം നീറുമ്പോ, സ്നേഹിതനായി നീ വരണേ ഏകനാകുമ്പോ, സ്നേഹമേകീടേണമേയൻ മനം നീറുമ്പോ, സ്നേഹിതനായി നീ വരണേ ഏകനാകുമ്പോ, ആരും കാണാതെ ഞാൻ കരയുമ്പോ, ആരോടും പറയാതെ ഞാനുരുകുമ്പോ, ആരും കാണാതെ ഞാൻ കരയുമ്പോ, ആരോടും പറയാതെ ഞാനുരുകുമ്പോ, ദൈവമേ ആശ്രയം നീ മാത്രമേ, ദൈവമേ ആശ്രയം
നീ മാത്രമേ. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കുമ്പോഴേ ഈ രണ്ട് വാക്കുകളുണ്ട്. ആരും കാണാതെ ഞാൻ കരയുമ്പോൾ, ആരോടും പറയാതെ ഞാൻ ഉരുകുമ്പോൾ. ഇതൊക്കെ നമ്മുടെ ജീവിതമല്ലേ? ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതവും കടന്നു പോയിക്കൊണ്ടായിരിക്കുന്നത്. ആരും കാണാതെ കരയുന്ന മനുഷ്യരുണ്ട്, ഒറ്റയ്ക്കിരുന്ന് സങ്കടപ്പെടുന്നവരുണ്ട്, ആരോടും ഒന്നും പറയാൻ പോലും പറ്റുന്നില്ലല്ലോ എന്നോർത്ത് ജീവിതം ഉരുകി ഉരുകി തീരുന്നവരുണ്ട്. ആ കരങ്ങളെ ഹൃദയത്തോട് ഇങ്ങനെ ചേർത്ത് വെച്ച് ആ പാട്ടിൻ്റെ വരികൾ ഒരു പ്രാർത്ഥനയോടെ പറയുകയാണ്. ആരും കാണാതെ ഞാൻ കരയുമ്പോൾ, ആരോടും പറയാതെ, പറയാൻ പറ്റാത്ത പല കാര്യങ്ങൾ മനസ്സിലിങ്ങനെ ഉരുകി ഉരുകി തീരുമ്പോൾ, ആരും കാണാതെ ഞാൻ കരയുമ്പോൾ, ആരോടും പറയാൻ, ആരോടും പറയാതെ ഞാനൊരുകുമ്പോൾ, ആരും കാണാതെ ഞാൻ കരയുമ്പോൾ, ആരോടും പറയാതെ ഞാനൊരുകുമ്പോൾ, അപ്പോഴൊക്കെ ദൈവമേ ആശ്രയം നീ മാത്രമാണ്. വിശ്വാസത്തോടെ പറഞ്ഞേ, ദൈവമേ ആശ്രയം നീ മാത്രമേ. കണ്ണുകൾ അടച്ചിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ പാട്ടിൻ്റെ അടുത്തൊരു വരിയുണ്ട്. എന്തിനാണ് ഈ ജന്മമെന്ന് നമ്മളിങ്ങനെ ചിലപ്പോഴൊക്കെ ഓർക്കും. എന്തിനാ ഞാനിങ്ങനെ ജനിച്ചത്? എൻ്റെ ജീവിതം കൊണ്ടൊന്നും ആർക്കും ഒരു പ്രയോജനമില്ലല്ലോ, കണ്ണുനീർ മഴ തോരുന്നില്ലല്ലോ. അങ്ങനെയൊക്കെ ഓർത്തിട്ടുണ്ടോ? എങ്കിൽ അടുത്ത പാട്ടിൻ്റെ വരികളോട് ചേർന്ന് പാടി. എന്തിനാണൻ ജന്മമെന്ന് ചോദ്യമെൻ്റെ തോഴനാ. അർത്ഥം പറഞ്ഞു പാടി. എന്തിനാണൻ ജന്മമെന്ന ചോദ്യമെൻ്റെ തോഴനായി, കണ്ണുനീർ മഴ തോർന്നിടാതെ പെയ്തിറങ്ങി മിഴികളിൽ, ആരുമില്ലെന്നോർത്തു ഞാൻ എന്തു വേണം ദൈവമേ, ആരുമില്ലെന്നോർത്തു ഞാൻ എന്തു വേണം ദൈവമേ, നീ എന്നെ കാണണമേ, കണ്ണീരുമായ്ക്കണമേ, നീ എന്നെ കാണണമേ, കണ്ണീരുമായ്ക്കണമേ, നീയല്ലാതാരുമില്ല എന്നെ സ്നേഹിച്ചിട. ദൈവമേ ആശ്രയം നീ മാത്രമേ. ദൈവമേ ആശ്രയം നീ മാത്രമേ. കർത്താവേ, അങ്ങനോട് സംസാരിക്കണമേ. ഇന്ന് ദൈവം നൽകുന്ന അനുഗ്രഹം മനസ്സിലാക്കാനും അനുഭവിക്കാനും നല്ലൊരു ഭാഗ്യം എനിക്കിന്ന് തരണമേ. ആമേൻ. സ്വസ്ഥമായിട്ടിരിക്കാം. ഹല്ലേലൂയ. വളരെ സന്തോഷത്തോടെ ഈ നല്ല ദിവസം ഈ ഹാളിനകത്തും വരാന്തയും താഴത്തെ സ്ഥലത്തുമൊക്കെ ആയിരിക്കുന്ന എല്ലാവരെയും ഓർക്കുകയാണ്. ഒത്തിരി പേരെ ഈ ഹാളിലേക്കൊന്നും കയറ്റിവിട്ടില്ല. കാരണം ഒത്തിരി ചൂടുള്ള ഒരു അന്തരീക്ഷമുള്ളത് കൊണ്ട് കുറച്ച് കസേരകളൊക്കെ അവിടെ
ഫ്രീ ആയിട്ടിരിപ്പുണ്ട്. നിങ്ങൾക്ക് ആരും വന്നിട്ടില്ലെങ്കിൽ അതേ കയറിയിരിക്കാം. അതിൽ സാരമില്ല, നിങ്ങൾക്കതേ കയറിയിരിക്കാം. സ്വസ്ഥമായി പ്രാർത്ഥിക്കാനും ദൈവത്തെ ആരാധിക്കാനും ഈ സമയം കാരണമാകും. ഹല്ലേലൂയ. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഈ വചനം കേൾക്കുക. എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്നും എനിക്ക് നന്മ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇതാദ്യം ഒന്ന് എല്ലാവരും ഒന്ന് മനസ്സിലൊന്ന് പറയുക. എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്നും എനിക്ക് നന്മ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങുക. എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്നും എനിക്ക് നന്മ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. അതൊരനുഭവമായി മാറട്ടെ, നല്ലൊരു അനുഗ്രഹമായിട്ട് മാറട്ടെ. ഇവിടെ ഇരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീടിനെ മനസ്സിൽ കാണണം. നിങ്ങളുടെ വീട്, ആ വീട് നല്ലൊരു വീടായിട്ട് മാറണം. അതിൻ്റെ പെയിൻറ് കൊണ്ടോ മുറ്റത്തെ ഇൻ്റർലോക്ക് കൊണ്ടോ അല്ലെങ്കിൽ മുറി സൗകര്യങ്ങൾ കൊണ്ടോ ഒന്നുമല്ല. ആ വീട്ടിൽ വരുന്ന ആരെങ്കിലുമൊക്കെ, നിങ്ങളുടെ വീട്ടിൽ വരുന്നവർ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പോകുമ്പം പറയാനിടവരട്ടെ, ഈ വീടൊരു അനുഗ്രഹമാകട്ടോ, ഈ വീടിന് നല്ലൊരു സന്തോഷമുണ്ട് എന്ന് വേറൊരാൾ പറഞ്ഞിട്ട് പോകുന്ന വിധത്തിൽ നിങ്ങളുടെ വീടൊരു അനുഗ്രഹമാകാൻ ഇന്ന് പ്രാർത്ഥിക്കണം. ചിലരൊക്കെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് പറയും, ആ വീടിനകത്തൊരു സന്തോഷമില്ല കേട്ടോ, ഭയങ്കര നെഗറ്റീവാണല്ലോ, ഇതിനകത്തൊരു സന്തോഷമില്ലല്ലോ. 1 മണിക്കൂർ നിങ്ങളുടെ വീട്ടിലിരിക്കാനാണ് വന്നത്, പക്ഷെ 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേ അവർ വേഗം പോയി, തിരക്കുണ്ട്, ഞങ്ങൾ പോവുക. അങ്ങനെയാ നമ്മുടെ വീട്ടിൽ 10 മിനിറ്റത്തേക്കായിരിക്കും വന്നത്, അവർ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പോകുന്നു. അയ്യോ, ഇത്രയും സമയം പോയോ? ചില സ്ഥലം അങ്ങനെയാണ്. നിങ്ങളുടെ വീട് നല്ലൊരു ദൈവസാന്നിധ്യമുള്ള, വരുന്നവർക്ക് പോലും അതനുഭവിക്കാൻ കഴിയുന്ന ഒരു സന്തോഷമുള്ള വീടാകാൻ നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. നല്ലതാണ്. നിങ്ങളുടെ വീടൊരു അനുഗ്രഹമാകണം. ഈ വീട്ടിൽ എന്താണെന്നറിയില്ല, ഇവിടെ വരുമ്പോൾ തന്നെ ഒരു അസ്വസ്ഥതയാണല്ലോ, ഇവിടെ നിന്നൊരു ഫുഡ് കഴിക്കാൻ തോന്നുന്നില്ലല്ലോ. അങ്ങനെ ആരും പറയാനിടയാകരുത്. നിങ്ങളുടെ വീട്ടിൽ വരുന്ന ഒരാൾ, ഈ വീട് നല്ലൊരു അനുഗ്രഹമാകട്ടോ, ഇവിടെ നല്ലൊരു ദൈവസാന്നിധ്യമൊക്കെ ഉണ്ട്, നിങ്ങളിത് വിറ്റൊന്നും കളയണ്ട കേട്ടോ, ഇത് നല്ലൊരു സ്ഥലത്തായി വീടിരിക്കുന്നത് എന്ന് പറയാനിടയാകത്തക്ക വിധം നിങ്ങളുടെ വീടും ആ വീടിരിക്കുന്ന സ്ഥലവും ആ കയറി വരുന്ന വഴിയും എല്ലാം ഒരു ദൈവാനുഗ്രഹമുള്ളതാകാൻ ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്നിട്ട് പറയണം, എന്നെ ദൈവം അനുഗ്രഹിക്കുമെന്നും എനിക്ക് നന്മ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അതൊരനുഗ്രഹമാണ്. ഇനി നിങ്ങളൊക്കെ ഇങ്ങനെ വചനം കേട്ട് പ്രാർത്ഥിക്കും. നമ്മൾ ഈ മാസം ഉണ്ടല്ലോ, മദ്യപാനത്തിലും ലഹരിക്ക് അടിമപ്പെട്ടു പോയ ആളുകളൊക്കെ, ഉപദേശം കൊണ്ടൊന്നും ഒന്നും ശരിയാകുകയില്ലെന്ന് എനിക്കറിയാം. ആർക്കും ആരുടെ ഉപദേശം ഇഷ്ടവുമല്ല. പക്ഷെ അവർ തിരിച്ചു വരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. രണ്ടാമത് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, ഇന്ന് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും പ്രാർത്ഥിക്കാത്തവരുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവരുണ്ടോ? ഈ ദൈവീക കാര്യങ്ങളെല്ലാം വിമർശിക്കുന്നു, കുറ്റം പറയുന്നു, ചീത്ത പറയുന്നു, തെറി പറയുന്നു, അങ്ങനെയുള്ള ഒരാളുണ്ടോ? നിങ്ങൾ അവരോടൊരിക്കലും ദേഷ്യപ്പെടരുത്. അവരോട് നിങ്ങൾ ഒരിക്കലും പറയരുത്, നിങ്ങൾ നരകത്തിൽ പോവും പറയരുത്. ഇങ്ങനെ നിങ്ങളുള്ളതുകൊണ്ടാണ് ഈ വീട് ഐശ്വര്യമില്ലാത്തത് പറയരുത്. എന്തു പറയണം അങ്ങനെയുള്ളവരോട്? നിങ്ങൾ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. പക്ഷെ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ പതുക്കെ നിങ്ങൾ അറിഞ്ഞ ദൈവത്തെ അവരുടെ ജീവിതത്തിലേക്ക് വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ ദൈവത്തെ പതുക്കെ പകർന്നു കൊടുത്തോണ്ടേയിരിക്കണം. കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ വീട്ടിൽ നടക്കും. അതിനൊരു പേരാണ് സ്പിരിച്വൽ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ഒരാത്മീയ ആഘോഷം നടക്കും. എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ധൂർത്തപുത്രൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പം ആരുടെ അടുത്തും കൗൺസിലിങ്ങിന് പോയിട്ടില്ല,
അപ്പൻ ആരെയെങ്കിലും പറഞ്ഞു വിട്ടിട്ടില്ല, അവനൊരു നല്ല ബോധം പറഞ്ഞു കൊടുക്ക്. ആരും ഉപദേശിച്ചില്ല, ആരും തലേ കൈവച്ച് പ്രാർത്ഥിച്ചില്ല, ആരും എവിടെയും കൊണ്ട് ഇട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ആരുടെ ഉപദേശമില്ലാതെ ആ മകൻ തന്നെ തിരിച്ചു വന്നു, ആ വീട്ടിൽ തിരിച്ചു വന്നു. അപ്പോൾ ആ വീട്ടിൽ ഒരു വലിയ പന്തലിട്ട് എല്ലാവർക്കും ആഘോഷത്തിൻ്റെ ഒരു സദ്യ കൊടുത്തു. കാളയെ കൊന്നു, സ്പിരിച്വൽ ഫെസ്റ്റിവൽ. അപ്പോൾ സഹോദരൻ വയലിലായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ചോദിച്ചു, എന്താ ഇവിടെ ഇത്ര ആഘോഷം? അത് കല്യാണത്തിനിട്ട പന്തലല്ല, അത് ആദ്യ കുർബാനയ്ക്കിട്ട പന്തലല്ല, അത് മാമോദീസായ്ക്കിട്ട പന്തലല്ല. അതൊരു മനുഷ്യൻ, മകൻ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഒരാൾ തിരിച്ചു വന്നപ്പോൾ ആ വീട്ടിലിട്ട പന്തലാണ്. അതിൻ്റെ പേരാണ് സ്പിരിച്വൽ ഫെസ്റ്റിവൽ, ആത്മീയമായ ഒരാഘോഷം. ചില മനുഷ്യർ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ ചിലർ, ദൈവത്തിലേക്ക് തിരിച്ചു വരുന്ന സ്പിരിച്വൽ ആഘോഷങ്ങൾ നിങ്ങളുടെ വീട്ടിലും ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ ഒരു ആഘോഷം നിങ്ങളുടെ വീട്ടിലും എന്നെങ്കിലും ഒരു ദിവസം നടക്കാനിടവരട്ടെ. സ്പിരിച്വൽ ഫെസ്റ്റിവൽ, ആത്മീയ ആഘോഷം. ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ ആ പിതാവ് വീട്ടിൽ സദ്യ ഒരുക്കി, പന്തലൊക്കെ ഒരുക്കി, എല്ലാവർക്കും ഫുഡ് കൊടുത്തു. അന്ന് കല്യാണമില്ല, ആഘോഷങ്ങളൊന്നുമല്ല, പള്ളിപ്പെരുന്നാൾ നടന്നതിൻ്റെ ഭാഗമല്ല. ഒരു മനുഷ്യൻ, തൻ്റെ മകൻ തിരിച്ചു വന്നതിൻ്റെ ആഘോഷമാണ്. ദൈവത്തിൽ നിന്ന് അകന്നുപോയ ചിലർ, അത് ഭർത്താവായിരിക്കും, ഭാര്യയായിരിക്കും, ആങ്ങളയായിരിക്കും, മകനായിരിക്കും, മകളായിരിക്കും, ആരുമാകട്ടെ, ആരെയും ശപിച്ചേക്കരുത്. നീ ഇങ്ങനെ ആയോണ്ടായി വീടിന് ദോഷം വന്നത് പറയരുത്. നീ നിത്യ നരകത്തിലേ പോവുള്ളൂ പറയണ്ട. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവരെ കൂടെ ചേർത്ത് നിർത്തി പ്രാർത്ഥിക്കുക. നമ്മുടെ വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ അവർക്ക് ദൈവത്തെ അല്പാൽപ്പം പകർന്നു കൊടുക്കുക. നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ആഘോഷങ്ങൾ നടക്കാനിടവരും. സ്പിരിച്വൽ ഫെസ്റ്റിവൽ നടക്കും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. ഒന്ന്, നിങ്ങളുടെ വീട് നല്ല സന്തോഷത്തിലാകാൻ. 2, നിങ്ങളുടെ വീട്ടിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ചിലർ, നമ്മൾ ഉപദേശിക്കാൻ പോകണ്ട, വഴക്ക് പറയാൻ പോകണ്ട, അടിക്കാനും ഇടിക്കാനും കുറ്റം പറയാനും നമ്മൾ പോകുന്നില്ല. പക്ഷെ നമ്മുടെ വാക്കിലൂടെ, നമ്മുടെ പ്രാർത്ഥനയിലൂടെ അവർക്ക് കുറച്ച് ദൈവത്തെ പകർന്നു കൊടുത്ത് അവരെ തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും സ്പിരിച്വൽ ആഘോഷങ്ങൾ, ആത്മീയ ആഘോഷങ്ങൾ, സ്പിരിച്വൽ ഫെസ്റ്റിവൽ നടക്കും. ചിലരൊക്കെ തന്നെ തിരിച്ചു വരും. നമ്മുടെ വാക്കുകൊണ്ടോ പ്രസംഗം കൊണ്ടോ ഒന്നും ആയിരിക്കത്തില്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്കും ഉപദേശത്തിനും പ്രസംഗത്തിനൊക്കെ പരിധികളുണ്ട്. ഇത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ. അല്ലാതെയും മനുഷ്യൻ ദൈവത്തിലേക്ക് തിരിച്ചു വരും. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെയും ഇന്ന് ഓർക്കണം. ഈ വചനം ഒന്ന് വായിക്കുകയാണ്. പുറപ്പാട് പുസ്തകത്തിലെ 19-ാം അധ്യായം, ആ വാക്യം ഒന്ന് വായിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം, നിയമാവർത്തന പുസ്തകം 16-ാം അധ്യായം 15-ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ്. നിയമാവർത്തന പുസ്തകം 16-ാം അധ്യായം 15-ാമത്തെ വാക്യം. നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത്. അവിടെ നിർത്തിക്കേ, എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത്. അപ്പം വ്യക്തികളെയും ദൈവം തിരഞ്ഞെടുക്കും, ചില സ്ഥലങ്ങളും ദൈവം തിരഞ്ഞെടുക്കും. അങ്ങനെ എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത്. എല്ലാ സ്ഥലവും തിരഞ്ഞെടുക്കില്ല. ചില സ്ഥലങ്ങളെ, ചില വ്യക്തികളെ ദൈവം തന്നെ തിരഞ്ഞെടുക്കും. അങ്ങനെ എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അവിടത്തേക്ക് 7 ദിവസം തിരുനാൾ ആഘോഷിക്കണം. അവിടെ നിങ്ങൾ വന്ന് ആഘോഷിക്കണം. അതൊരു ഫെസ്റ്റിവലാണ്. അവിടെ വരണം. ഇതൊരു ആഘോഷമാണ്, ഇതൊരു ഫെസ്റ്റിവലാണ്. പാടുന്ന, പ്രാർത്ഥിക്കുന്ന, സ്തുതിക്കുന്ന, ഇതൊരു ഫെസ്റ്റിവലാണ്, ഒരാഘോഷമാണ്. തോരണങ്ങളൊന്നും കെട്ടിയിട്ടില്ലേലും, ചെണ്ടമേളക്കാരൊന്നും ഇല്ലേലും, പ്രദക്ഷിണമായിട്ടൊന്നും ആഘോഷമോ ലൈറ്റ് സംവിധാനങ്ങളൊന്നും ഇല്ലേലും ഇതൊരാഘോഷമാണ്. ഇത് ദൈവ പദ്ധതിയാണ്. നിങ്ങൾ വന്ന്
ആഘോഷിക്കണം. അപ്പോൾ നിന്റെ എല്ലാ വിളവുകളും പ്രയത്നങ്ങളും നിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കും. അങ്ങനെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിന്റെ എല്ലാ വിളവുകൾ, കൃഷിയിടങ്ങളെയും പ്രയത്നങ്ങളും അധ്വാനങ്ങളെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കും. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പൈസ കൊടുത്താൽ കിട്ടാത്തൊരു കാര്യം ജീവിതത്തിൽ കിട്ടുവാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ തുടങ്ങും. ബൈബിൾ എഴുതിയിട്ടുണ്ട്, അനുഗ്രഹിക്കും. അടുത്തതോ, നീ സന്തോഷപൂരിതനാവുകയും ചെയ്യും. നിന്റെ ശരീരത്തിലും മനസ്സിലും നല്ലൊരു സന്തോഷം ഉണ്ടാവും. ഹല്ലേലൂയ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സന്തോഷമുള്ളൊരു ജീവിതം. ആമേൻ. അതിന്ന് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എവിടെ നിന്നും കിട്ടാത്തൊരു കാര്യമാണ്. ഒരു സന്തോഷമില്ലെന്ന് പറയുന്നവരുടെ എണ്ണമാണ് കൂടുതൽ. പുറമേ നന്നായി ചിരിക്കുകയും നല്ല മേക്കപ്പൊക്കെ ഇട്ട് നടക്കുകയും ചെയ്യുന്ന ആളായാലും ഉള്ളിലൊരു കടലോളം സങ്കടത്തെ കൊണ്ടു നടക്കുന്നവരാണ്. ഞാൻ വായിച്ച പുസ്തകത്തിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. വായിച്ചൊരു പുസ്തകത്തിനകത്ത് എല്ലാ മനുഷ്യൻ്റെയും ഹൃദയത്തിലൂടെ ഇങ്ങനെ ഒരു സങ്കടങ്ങളുടെ ഒരു പുഴ ഇങ്ങനെ ഒഴുകിപ്പോകുന്നുണ്ട്. ചില പ്രതിസന്ധികൾ വരുമ്പോൾ ആ പുഴ കവിഞ്ഞൊഴുകുന്നതാണ് കണ്ണുനീരായി വരുന്നതെന്നും. നമുക്കെല്ലാം ചില വിഷമം വരുമ്പോൾ പെട്ടെന്ന് കരച്ചിൽ വരും. എവിടെ നിന്നറിയില്ല, രണ്ട് കണ്ണും നിറഞ്ഞൊഴുകും. എല്ലാ മനുഷ്യൻ്റെയും അകത്ത് ഒരു സങ്കടത്തിൻ്റെ ഒരു പുഴ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അതാ മുമ്പേ പാടിയത്. ചില സമയത്ത് നമ്മൾ ഒറ്റയ്ക്കിരുന്ന് കരയും, ചില കാര്യങ്ങളെ ഓർത്തോർത്തുരുകും. എല്ലാവരോടുമായി പറയട്ടെ, ദൈവവചനം കേൾക്കുന്നത് അത് നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളുടെ മേലും ഒരു ദൈവാനുഗ്രഹം ഉണ്ടാകാൻ, ഈ ഇരിപ്പ് തന്നെ, ഈ വരവ് തന്നെ, വേറൊന്നും ചെയ്തില്ലേലും ഈ വരവ് തന്നെ ഒരനുഗ്രഹത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് ആദ്യം പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞത്, പ്രാർത്ഥിക്കുന്ന നിന്നെ കാത്തിരിക്കുന്നത് അപ്പുറത്തൊരു തകർച്ചയല്ല, വേറൊരു പരാജയമല്ല, വേറൊരു വലിയ സങ്കടമല്ല. നിന്നെ കാത്തിരിക്കുന്നത് ഒരു സാക്ഷ്യമായിരിക്കും. പറയാൻ പാകത്തിന്, വിളിച്ചു പറയാൻ പാകത്തിന് കാത്തിരിക്കുന്നത് ഒരു സാക്ഷ്യമായിരിക്കും. ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും. നിങ്ങളുടെ കരങ്ങളൊന്ന് ഇരുന്നുകൊണ്ട് ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, നിങ്ങളെ കാത്തിരിക്കുന്നത് തകർച്ചയല്ല. നിങ്ങളും പറ, പ്രാർത്ഥിക്കുന്ന എന്നെ കാത്തിരിക്കുന്ന തകർച്ചയൊന്നുമല്ല. പ്രാർത്ഥിക്കുന്ന എന്നെ കാത്തിരിക്കുന്നത് പരാജയമല്ല. പ്രാർത്ഥിക്കുന്ന എന്നെ കാത്തിരിക്കുന്നത് തീ നരകമൊന്നുമല്ല. പ്രാർത്ഥിക്കുന്ന എന്നെ കാത്തിരിക്കുന്നത് സന്തോഷമാണ്, സമാധാനമാണ്, ദൈവം നൽകുന്ന അനുഗ്രഹമാണ്. എന്നെ കാത്തിരിക്കുന്നത് വചനം കേൾക്കുന്ന എന്നെ കാത്തിരിക്കുന്നത്, നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു സാക്ഷ്യമാണ്. ഒരു നിമിഷം പ്രാർത്ഥിച്ച്, ഏതെല്ലാം കാര്യങ്ങളിൽ വെച്ച് പ്രാർത്ഥിച്ചു അതെല്ലാം ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. മറക്കാനാകാത്തൊരനുഭവമായി ഇത് മാറും. മറക്കാനാകാത്തൊരനുഗ്രഹമായി അത് മാറും. ആമേൻ. ഹല്ലേലൂയ. ഒരു കരമുയർത്തി ഒന്ന് പറയുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഒരു കാര്യം ഇന്നലെ ഞാൻ പ്രസംഗിച്ചതാ, പക്ഷേ വളരെ ഷോർട്ടായിട്ട്. കുറേ പേർക്കത് അനുഗ്രഹമാകും. അതൊരു അനുഭവമായതുകൊണ്ടാണ് നിങ്ങളോടത് പറയുന്നത്. ബൈബിളിലെ വെളിപാട് ഗ്രന്ഥം 3-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യത്തെ ഭാഗം ഒന്ന് വായിക്കുകയാണ്. മുഴുവൻ വായിക്കുന്നില്ല, ആദ്യത്തെ ഒരു ഭാഗം മാത്രം ഒന്ന് വായിക്കുകയാണ്. വെളിപാട് ഗ്രന്ഥം 3-ാം അധ്യായം 19-ാമത്തെ വാക്യം. ഞാൻ സ്നേഹിക്കുന്നവരെ, ശ്രദ്ധിച്ച് ഓരോ വാക്കും കേൾക്കുവാണ്. ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആര് സ്നേഹിക്കുന്നവരെ? ദൈവം സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ഇടയ്ക്കിടയ്ക്ക് ശാസിക്കും, ഇടയ്ക്കിടയ്ക്ക് ശിക്ഷിക്കും. എന്തിനാണെന്നറിയോ? അത് നീ തകർന്നു പോകാതിരിക്കാൻ. ഇന്നും അത് നടക്കുന്നുണ്ട്. ഇപ്പോഴും അത് ലൈവാണ്. ഇന്നും അത് സത്യമാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശാസനയും ശിക്ഷണവും കിട്ടിയത് പട്ടണത്തിൽ വെച്ചാണോ വീട്ടിൽ വെച്ചാണോ? നമ്മുടെ വീട്ടിൽ വെച്ചാൽ
നമ്മുടെ പ്രിയപ്പെട്ടവരാണ് നമ്മളെ ശാസിച്ചത്, ശിക്ഷിച്ചത്. നമ്മൾ പട്ടണത്തിൽ പോകുമ്പോൾ അവിടെ ആരും നമ്മളെ എന്ത് കണ്ടാലും മിണ്ടത്തില്ല, ശാസിക്കാനും നിൽക്കില്ല, ശിക്ഷിക്കാനും നിൽക്കത്തില്ല. എന്തേലും ആട്ടെ നോക്കും. നമ്മളായിട്ടൊന്നും ഇടപെടാൻ നിൽക്കണ്ട, നീ ആയിട്ടൊന്നും പറയാൻ നിൽക്കണ്ട, നീ എൻ്റെ കാര്യം നോക്കാൻ പറയും. ആരാണ് ശാസിക്കുന്നത്? ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആളുകൾ മാതാപിതാക്കളാണ്. നിങ്ങൾ അപ്പുറത്തെ വീട്ടിലെ മകനെയോ മകളെയോ ശാസിക്കാനോ ശിക്ഷിക്കാനോ പോകത്തില്ല. അങ്ങനെ ചെയ്താൽ അവർ ചോദിക്കും, ഞങ്ങളുടെ പിള്ളേരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം, നിങ്ങൾ ഇടപെടണ്ട എന്ന് പറയും. ആരെയാണ് ശാസിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ മക്കളെയാണ്, മകനെയാണ്, മകളെയാണ്, അത്രയും പ്രിയപ്പെട്ടവരെയാണ് ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ദൈവം പറയുക, ദൈവം എല്ലാവരെയും ശാസിക്കത്തില്ല, എല്ലാവരെയും ശിക്ഷിക്കത്തില്ല. ആരെ ശാസിക്കത്തുള്ളൂ? ദൈവം സ്നേഹിക്കുന്നവരെ ശാസിക്കും, ചിലപ്പോൾ ശിക്ഷിക്കും. അത് നിന്റെ നന്മയ്ക്കാണ്. ഇത് ഞാൻ ഇന്നലെ പറഞ്ഞു, ഒരു അനുഭവം പറഞ്ഞു. അത് നിങ്ങളോടൊന്നും കൂടെ പറയുക, ആവർത്തന വിരസതയായിട്ട് തോന്നരുത്. പക്ഷെ അത് മറക്കാതിരിക്കാൻ ചിലപ്പോൾ അത് കാരണമാകും. അതായത്, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരാളാന്നിരിക്കട്ടെ, സത്യസന്ധമായിട്ട് പ്രാർത്ഥിക്കുന്ന നമ്മൾ, ദൈവത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ നമ്മുടെ ബുദ്ധി മോശം കൊണ്ട് ഒരു തെറ്റായ റൂട്ട് എടുത്തു എന്നിരിക്കട്ടെ. നമ്മൾ എടുക്കേണ്ടാത്തൊരു വഴിയാണ് എടുത്തത്. റോങ് ആയിട്ടൊരു തീരുമാനമെടുത്ത് ഇങ്ങോട്ട് പോവുക. പക്ഷെ നമ്മൾ വലിയ പ്രാർത്ഥിക്കുകയും നല്ലപോലെ ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ നമ്മൾ ആ സമയത്ത് നമ്മുടെ ഒരു പൊട്ട ബുദ്ധി, നമ്മൾ തെറ്റായൊരു റൂട്ട് എടുത്ത് ഇങ്ങോട്ട് പോവുക. അങ്ങനെ പോയാൽ ദൈവം നമ്മളെ ഒരു തട്ട് തന്ന് ഇപ്പുറത്ത് തട്ടിയിടും. ഇങ്ങനൊരു തട്ട് സാവൂളിന് കിട്ടി, പൗലോസായി മാറി. ചില തട്ടുകൾ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. ഇത് എന്നെ ആരാ ഇയാൾ എന്നെ ഉപദേശിക്കുക, നിങ്ങളാരാന്ന് ഞാൻ ചോദിക്കും. ഞാൻ വലിയ ആളാ, എന്നെ ഉപദേശിക്കാൻ ആരും വരണ്ട, എനിക്ക് ആ തട്ട് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, അത് നല്ലതിനായിരുന്നല്ലോ. അങ്ങനെ പോയായിരുന്നെങ്കിൽ എന്നെ ഒന്നിനും കൊള്ളാതായനല്ലോ എന്ന് ഇന്നും ചിന്തിക്കില്ല, അടുത്ത തിങ്കളാഴ്ചയും ചിന്തിക്കില്ല, അടുത്ത മാസവും ചിന്തിക്കില്ല, ചിലപ്പോൾ ഈ വർഷം പോലും ചിന്തിക്കില്ല. പക്ഷേ ഏതേലും ഒരു സമയത്ത്, നിശ്ചിത നാളുകൾ, മാസങ്ങൾ, വർഷങ്ങൾ കഴിഞ്ഞ് ചിന്തിക്കും, ആ തട്ടി അങ്ങോട്ട് പോയി എന്നെ തട്ടി ഇങ്ങോട്ടിട്ടത് ഒരു അനുഗ്രഹമായല്ലോ എന്ന്. അതാ ദൈവം തന്നെ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചിലപ്പോൾ ശിക്ഷിക്കുകയും ചെയ്യും. എന്തിനാണ് എന്നെ ശാസിക്കുന്നത്? അത് നീ തകർന്നു പോകാതിരിക്കാൻ, അങ്ങനെ പോയി ഏതെങ്കിലും കുഴി ചാടാതിരിക്കാൻ, അങ്ങനെ പോയി എല്ലാം നഷ്ടപ്പെട്ട് നാളെ നിലവിളിക്കാതിരിക്കാൻ ദൈവം ചിലപ്പോൾ നിന്നെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. അത് നന്മയ്ക്കാണ്. ഞാനത് നിങ്ങളോട് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. മനസ്സിലാക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഒരു മനുഷ്യൻ, അയാൾ ജീവിതത്തിൽ ഒത്തിരി സങ്കടപ്പെട്ട അയാൾ ആത്മഹത്യ ചെയ്യാൻ ഇവിടെ നിന്ന് വണ്ടി കയറി ഒരു സ്ഥലത്തേക്ക് പോയി. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ പോയി ഇറങ്ങി. എന്നിട്ട് റെയിൽവേ പാളത്തിലൂടെ നടന്നു. അദ്ദേഹം പറയുന്നത് 7 ട്രെയിനുകൾ ഈ മണിക്കൂറിൽ ഇത്രയും സമയത്തിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമായി പലപ്പോഴായി പോയി. ഓരോ ട്രെയിൻ വന്നപ്പോഴും എനിക്ക് തോന്നി, ഇതിൻ്റെ മുമ്പിൽ അങ്ങ് ചാടാം, ഇതിൻ്റെ മുമ്പിൽ ചാടണം, മരിക്കണം എന്നൊക്കെയാണ് തീരുമാനിച്ചത്. പക്ഷെ എൻ്റെ ഈ ചിന്ത മുഴുവൻ മനസ്സിനകത്തിരിക്കുമ്പോൾ ഇതിനോടകം 7 ട്രെയിനുകൾ പലപ്പോഴായി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. പക്ഷെ എന്തോ അയാൾക്ക് ചാടാൻ തോന്നുന്നില്ല. മരിക്കണമെന്ന് ആഗ്രഹിച്ച് പോയതാണെങ്കിലും എന്തോ ഒരു ധൈര്യക്കുറവ്, ചാടാനായിട്ട് തോന്നുന്നില്ല. അയാൾ തിരിച്ചു വന്ന് ബസ്സിൽ കയറി. അയാൾ അധികം ആളുകളൊന്നുമില്ലാത്ത, വാഹനങ്ങൾ വളരെ വേഗത്തിലോടുന്ന ഒരു റോഡിൻ്റെ സൈഡിലെ ഒരു മരത്തിൻ്റെ ചോട്ടിൽ, ഒരു തണൽ മരത്തിൻ്റെ ചോട്ടിൽ വന്നിരുന്നു എന്നാണ്. ഒരു മരത്തിൻ്റെ ചോട്ടിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോ വണ്ടി വരുമ്പോഴും അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കും, ഇത് ആ വണ്ടിയുടെ മുമ്പിലോട്ട് ആ വണ്ടി അടുത്തെത്തും, അങ്ങ് ചാടണം. ഇങ്ങനെ കുറേ നേരം അയാൾ അവിടെ ഇരുന്നു, പല വണ്ടിയുടെ മുമ്പിൽ ചാടാൻ. പക്ഷെ അയാൾക്ക് എന്തോ ആരോ പിടിച്ചു വലിക്കുന്നത് പോലെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അയാൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആ മരത്തിൽ നിന്ന് ഒരു പുഴു ആ മരത്തെ നിന്ന് ഒറ്റയ്ക്ക് ഇറങ്ങി വരുവാണ്.
വളരെ വേഗത്തിലാണ് എന്തോ ലക്ഷ്യം വെച്ച് പോകുന്ന പോലെയാണ് പോകുന്നത്. ഈ ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും ഈ പുഴു എങ്ങോട്ടാ പോകുന്നതെന്നായി. അങ്ങനെ ആ പുഴുവിനെ ചിന്തിച്ച് ഈ മനുഷ്യൻ കാണുക, ഈ പുഴു ഈ മരത്തെ നിറങ്ങിയിട്ട് റോട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അയാൾ അവിടെ കിടന്ന ഒരു ചെറിയ കമ്പ് എടുത്ത് ആ പുഴുവിനോട് പറഞ്ഞു, അങ്ങോട്ട് പോയാൽ നിൻ്റെ മേത്ത് വണ്ടി ഏറും പുഴുവും, അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞ് പുഴുവിൻ്റെ നടുഭാഗത്തേക്ക് അതിനെ ഉപദ്രവിക്കാത്ത വേദനിക്കാത്ത വിധത്തിൽ ഈ കമ്പ് തള്ളിയിട്ട് അതിനെ ഇങ്ങോട്ട് മറിച്ചിട്ടു. ആ വാക്കാണ് ഞാനിവിടെ പറഞ്ഞത്. ചിലപ്പോൾ ചില സമയത്ത് നമ്മുടെ തെറ്റായ റൂട്ട് എടുക്കുമ്പോൾ ദൈവവും ഇതുപോലെയാണ്, നമ്മളെ തട്ടി ഇപ്പുറത്തേക്കിടും. പുഴുവിനത് ഇഷ്ടപ്പെട്ടില്ല. കുറച്ച് കഴിഞ്ഞ് വീണ്ടും എഴുന്നേറ്റ് തിരിഞ്ഞു മറിഞ്ഞ് പോകുന്ന റോട്ടിലേക്കാണ്. ഇയാൾ എന്തിനാ അവിടെ ഇരിക്കുന്നത്? ഇയാൾ അവിടെ പോയത് എന്തിനാ? മരിക്കാനാണ്. ഇപ്പോൾ ഒരു പുഴു റോട്ടിൽ പോകുന്ന അയാൾക്ക് വിഷമമായി. ആ പുഴു മരിക്കാതിരിക്കാൻ, ചത്തുപോകാതിരിക്കാൻ പുഴുവിനോട് ഈ മനുഷ്യൻ പറഞ്ഞ് അങ്ങോട്ട് പോകണ്ട എന്നും പറഞ്ഞ് ഒരു ചെറിയ കമ്പ് കൊണ്ട് തട്ടി ഇപ്പുറത്തേക്കിട്ടു. ഒരു മനുഷ്യനാണ് ചെയ്തത്. ഞാൻ വിശ്വസിക്കുന്നു ദൈവവും ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. ചില സമയത്ത് നമുക്ക് തോന്നും ഇങ്ങനെ പോകുന്ന നല്ല, ഇങ്ങനെ പോകുന്ന സൂപ്പർ. ചിലപ്പോൾ നമ്മുടെ വേഗത അതിനെ തട്ടി ഇങ്ങോട്ടേക്കിടും. അത് നന്മയ്ക്കാണ്. ആ പുഴു ചത്തു പോകാതിരിക്കാനാ, വണ്ടി കയറി അരഞ്ഞു പോകാതിരിക്കാനാ തട്ടി ഇങ്ങോട്ടിട്ടത്. ജീവിതത്തിലും അങ്ങനെയാ. ദൈവത്തിൽ ആശ്രയിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന നമ്മളും ചിലപ്പോൾ ചില പൊട്ട തീരുമാനം, പൊട്ട കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ലൈഫ് ഇങ്ങോട്ട് പോകേണ്ട ജീവിതം ഇങ്ങോട്ട് പോകും. അപ്പോൾ ദൈവവും ചിലപ്പോൾ തട്ടി നമ്മളെ ഇപ്പുറത്തേക്കിടും, തട്ടി ഇങ്ങോട്ടിടും. അത് നന്മയ്ക്കാണ്. ചിലപ്പോൾ അന്നേരം അത് വലിയ കാര്യമായി ഇഷ്ടപ്പെടത്തില്ല, അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. എനിക്കെന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്, എന്നോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് നിങ്ങളങ്ങനെ ചെയ്തതെന്നൊക്കെ തോന്നും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പിടികിട്ടും നന്മയ്ക്കായിരുന്നു എന്ന്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ച്, ചില തട്ടുകൾ, ചില മറിച്ചിടലുകൾ നമ്മുടെ നന്മയ്ക്കാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഈ വാക്കും കൂടെ മറക്കല്ല്. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ദൈവം അത് തിരിച്ചു തരും. വിശ്വസിക്കുന്നു. അത് കേവലം ഒരു നല്ല പ്രയോഗമാണെന്ന് കണ്ടുകൊണ്ടല്ല ഞാനത് തെളിയിക്കാം. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ചിലതൊക്കെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയുണ്ടാകും. പക്ഷേ അത് ചില അനുഗ്രഹമായി ദൈവം തിരിച്ച് നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 11 മുതലുള്ള വാക്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണ്. നായിനിലെ വിധവയുടെ മകനെ പുനർജീവിപ്പിക്കും. ഒരു അമ്മയുടെ മകൻ മരിച്ചുപോയി, ശവോടൊക്കെ നടക്കുവാണ്. വീട്ടിലെ പ്രാർത്ഥന കഴിഞ്ഞ് ബോഡി പെട്ടിക്കകത്താക്കി ശവസംസ്കാരത്തിന് ആളുകൾ ചുമന്നോണ്ട് പോകുന്ന ഒരു സാഹചര്യമാണ് താഴെ എഴുതിയിട്ടുള്ളത്. 11-ാമത്തെ വാക്യം. അതിനുശേഷം അവൻ നായിൻ എന്ന പട്ടണത്തിലേക്ക് പോയി. ശിഷ്യന്മാരും വലിയൊരു ജനക്കൂട്ടവും അവനെ അനുഗമിച്ചു. 12-ാമത്തെ വാക്യം. ഇതായത് 11-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, യേശുവും കുറേ ആളുകളും നടന്ന് പട്ടണത്തിലേക്ക് പോകുമ്പം ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു കാര്യം കാണുകയാണ്. 12-ാമത്തെ വാക്യം. അവൻ നഗര കവാടത്തിനടുത്തെത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ടുവരുന്നത് കണ്ടു. മരിച്ചുപോയ ഒരാളെ പെട്ടിക്കകത്താക്കി ചുമന്നുകൊണ്ട് വരും. ശവസംസ്കാരം, ഒരു വിലാപയാത്ര. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ നടന്ന് ആ വ്യക്തിയെ അടക്കാൻ വേണ്ടി കൊണ്ടുപോവുക, സിമിത്തേരിയിലേക്ക് കൊണ്ടുപോവാണ്. വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇതാര് കണ്ടു? യേശുവും ശിഷ്യന്മാരും കാണുമ്പോൾ ഒരു ശവോടൊക്കെ ഇങ്ങനെ പോകുന്നു. അപ്പം ആരാ ഇതെന്നാ സംഭവം എന്ന് ചോദിച്ചപ്പോൾ മനസ്സിലായി, ഒരു വിധവയുടെ ഏകപുത്രനായ, ഒന്നാമതേ വിധവയാണ്, ഏക ആശ്രയമായിരുന്നു ഒരു മകൻ, അതും മരിച്ചുപോയി. അപ്പം വലിയ സങ്കടത്തോടെ ഒരമ്മയും ആ കൂട്ടത്തിലുണ്ട്, കരഞ്ഞുകൊണ്ട് പുറകെ വരുന്നുണ്ട്. പട്ടണത്തിൽ നിന്ന് വലിയൊരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ട്. ആ ശവസംസ്കാരത്തിൽ ആ പട്ടണത്തിലെ ഒരുപാട് ആളുകളും ഉണ്ട് കൂടെ. ഒരു കൊച്ചു കുഞ്ഞാണ് മരിച്ചു പോയത്. ആ കുഞ്ഞിനെ പെട്ടിക്കകത്താക്കി ശവസംസ്കാരത്തിന് കൊണ്ടുപോവാണ്. 13-ാമത്തെ വാക്യമാണ്. അവളെ കണ്ട് മനസ്സലിഞ്ഞ്
കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട. ഇനി അടുത്ത ഭാഗം വായിച്ച്. അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ടു. അതവിടെ നിർത്തിക്കേ. ഇതിന്ന് വിശ്വാസത്തിൽ ഇവിടെ ഇരുന്ന് കാണാൻ പറ്റുമോ? ഇതൊരു സ്ക്രീനിൽ സംഭവിക്കുന്നതായി കണ്ടാൽ എങ്ങനെ ഇരിക്കും? ശവസംസ്കാരം ഇങ്ങനെ പോകുന്നു, ആളുകൾ പോകുന്നു. യേശു മുന്നോട്ട് ചെന്ന് കൈ ഇങ്ങനെ നീട്ടി ആ പെട്ടിയേൽ ഇങ്ങനെ തൊട്ടു. നിങ്ങളും വിശ്വാസത്തോടെ അവിടെ ഇരിക്കുന്നെങ്കിൽ ഇതൊന്ന് വിശ്വാസത്തിൽ കണ്ടേ. യേശു കൈ നീട്ടി എൻ്റെ ആ തകർന്ന കുടുംബത്തെ ഇങ്ങനെ തൊടുന്നത്, ഹല്ലേലൂയ. അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതും ഒരു അനുഗ്രഹമാണ്. അവൻ കൈ നീട്ടി ആ ശവപ്പെട്ടിയേൽ തൊട്ടു. ആമേൻ. അത് ചുമക്കുന്നവർ അവിടെ നിന്നു. ഇതിങ്ങനെ ഒത്തിരി പേര് കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങളിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ, അതേ കരം നീട്ടി വഴിതെറ്റിപ്പോകാൻ സാധ്യതയുള്ള എൻ്റെ പിള്ളേരെ തൊടുന്നത് ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് കാണുന്നു. വിശ്വസിക്കുന്നു. അതേ കൈ നീട്ടി രോഗമുള്ള എൻ്റെ ശരീരത്തിൽ അങ്ങ് തൊടുന്നത് ഞാൻ കാണുന്നു. അവൻ കൈ നീട്ടി ആ പെട്ടിയെ തൊട്ടതുപോലെ ഇന്ന് നിങ്ങളെയും സ്പർശിക്കുന്ന ദിവസമാണ്. ദൈവം ശക്തിയോടെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നൊരു സമയമായത്. അവൻ കൈ നീട്ടി. ഇതിങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴേ നിങ്ങളും മനസ്സിൽ കാണണം, അതേ കൈ നീട്ടി എൻ്റെ ജീവിത പങ്കാളിയെ തൊടുന്നത്, എൻ്റെ ഭാര്യയെ തൊടുന്നത്, എൻ്റെ ഭർത്താവിനെ തൊടുന്നത്, എൻ്റെ സാമ്പത്തികത്തെ അവൻ കൈ നീട്ടി തൊടുന്നത്. ഇങ്ങനെ ഒരു തൊടല് കിട്ടിയത് കൊണ്ട് ആ അമ്മ സന്തോഷിച്ചോ ഇല്ലയോ? ആ യാത്ര നേരെ സെമിത്തേരിയിലേക്കാണോ പോയത്? അല്ല, ആ യാത്ര അവിടെ നിന്ന് മരിച്ചുപോയ ആ കൊച്ചിനെ കൂട്ടിക്കൊണ്ട് സന്തോഷത്തോടെ തിരിച്ചു പോയിന്നാ. അന്ന് ആ യേശുവിനെ അവർ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു പ്രാർത്ഥന അവിടെ നടന്നില്ലായിരുന്നെങ്കിൽ, ആ യാത്ര ചെന്ന് നിൽക്കുന്നത് ഒരു സിമിത്തേരിയിലായിരിക്കും. പക്ഷെ ആ യാത്ര ഇടയ്ക്ക് വെച്ച് അവിടെ നിന്നു. സങ്കടമുള്ളവരെല്ലാം സന്തോഷം ഇന്നും നടക്കും. അത് നമ്മുടെ ജീവിതത്തെ ദൈവം തൊടുമ്പോൾ നമ്മുടെ ജീവിതം അത് ചില സന്തോഷത്തിലേക്ക് ദൈവം നടത്തും. എന്ത് കാരണം? നഷ്ടപ്പെട്ട ആ കൊച്ചിൻ്റെ ജീവൻ തിരിച്ചു വന്നു. ആരെ കണ്ടുമുട്ടിയപ്പം? യേശുവിനെ. ആര് തൊട്ടപ്പോൾ? ആര് പ്രാർത്ഥിച്ചപ്പോൾ? പഞ്ചായത്ത് പ്രസിഡന്റ് പ്രാർത്ഥിച്ചപ്പോഴാണോ? നാട്ടിലെ VIP വന്ന് പ്രാർത്ഥിച്ച? അല്ല, യേശു ആ ശവമഞ്ചത്തിൽ തൊട്ടപ്പോൾ നഷ്ടപ്പെട്ടു പോയ ആ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു വന്നു. ഇനി കരഞ്ഞുകൊണ്ട് അമ്മ പോയി എന്നല്ല, കരഞ്ഞുകൊണ്ട് വന്ന അമ്മ സന്തോഷത്തോടെ ആ കൊച്ചിനെയും കൂട്ടിക്കൊണ്ട് മടങ്ങിപ്പോയി. ആ ചുമന്നുകൊണ്ട് വന്ന പെട്ടി മിക്കവാറും കറക്കി ആ പറമ്പിലേക്ക് എറിഞ്ഞു കാണും. ഇനി ആ പെട്ടിയുടെ ആവശ്യമില്ല. ദൈവത്തിൻ്റെ കരം നിൻ്റെ മേൽ വരുമ്പോൾ ചിലതൊക്കെ ജീവിതത്തിൽ നിന്ന് മാറും, ചിലതൊക്കെ തിരിച്ചു വരും. ഒന്നും കൂടെ കേട്ടെ, ദൈവത്തെ കണ്ടുമുട്ടുന്നത് ഒരു നഷ്ടമല്ല. അത് നഷ്ടപ്പെട്ടത് തിരിച്ചു വരാൻ കാരണമായി മാറും. വിശ്വസിക്കുന്നോ ഇത്? ഇന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ചിലപ്പോൾ നല്ല ഒരു സന്തോഷമുള്ള ജീവിതമായിരിക്കും നഷ്ടപ്പെട്ടു പോയത്. ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ നഷ്ടപ്പെട്ടു പോയ ആ ജീവിതം തിരിച്ചു വരാൻ തുടങ്ങും. നഷ്ടപ്പെട്ടു പോയ ഭാവി, നഷ്ടപ്പെട്ടു പോയ ചില സാമ്പത്തിക മേഖലകൾ, അത് തിരിച്ചു വരാൻ തുടങ്ങും. ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തെ കണ്ടുമുട്ടുന്നവരുടെ ജീവിതത്തിൽ എല്ലാ നഷ്ടങ്ങളല്ല, നഷ്ടങ്ങൾ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ട പോലെ നിന്നിട്ട് സന്തോഷത്തോടെ ചില നന്മകളുമായി മടങ്ങിപ്പോകാൻ ഇടവരും. ഇനി ഒരു കാര്യം കേൾക്കണം, ആ അമ്മ എങ്ങനെയാണ് മടങ്ങിപ്പോയത്? കരഞ്ഞോണ്ടാണോ സന്തോഷത്തോടെയാണോ? കരഞ്ഞോണ്ടാണ് വന്നത്. പക്ഷേ പെട്ടിക്കകത്ത് കിടന്ന ജീവൻ നഷ്ടപ്പെട്ട മരിച്ച കുഞ്ഞിൻ്റെ ആ ജീവൻ തിരിച്ചു വന്നപ്പോൾ ആ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് അമ്മ കരഞ്ഞോണ്ടല്ല പോയത്, സന്തോഷത്തോടെ മടങ്ങിപ്പോയി. ഇന്ന് ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങളും
അകത്തായിരിക്കാം, താഴെയായിരിക്കാം, ചാപ്പലിലായിരിക്കാം, നിങ്ങളും ഒരു സന്തോഷമുള്ള ഒരു മനസ്സോടെ ചില നന്മകളൊക്കെ നേടിയെടുത്ത് അനുഗ്രഹത്തോടെ മടങ്ങിപ്പോകാൻ ഇതേ ദൈവം ഇന്നും ചില ഭാഗ്യങ്ങളെ നമുക്ക് തരാതിരിക്കുകയില്ല. ദൈവത്തിൽ വിശ്വസിക്കുന്ന എനിക്ക് ചിലതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. നഷ്ടപ്പെട്ടത് ദൈവം എനിക്ക് തിരിച്ചു തരും. നഷ്ടപ്പെട്ട പ്രാർത്ഥനാ ജീവിതം ദൈവം എനിക്ക് തിരിച്ചു തരും. നഷ്ടപ്പെട്ട ആ കൃപ ദൈവം എനിക്ക് തിരിച്ചു തരും. നഷ്ടപ്പെട്ട നന്മകൾ, സാമ്പത്തികം, ജീവിതം, ഭാവി ആരും തിരിച്ചു തന്നില്ലെങ്കിലും ദൈവം എനിക്കത് തിരിച്ചു തരും. നമ്മളെല്ലാം ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു വാക്കുണ്ട്, ദൈവം എന്നെ കൈവിട്ടു എന്നാ തോന്നുന്നേ. ദൈവം എന്നെ കൈവിട്ടു. ദൈവം നിങ്ങളെ കൈവിട്ടു എന്നല്ല ഇവിടെ ഇരിക്കുന്നതിൻ്റെ അടയാളം. ദൈവം നിങ്ങളെ കൈവിട്ടിട്ടില്ല എന്നാണ് ഇതിൻ്റെ. ദൈവം നിങ്ങളെ കൈവിട്ടായിരുന്നെങ്കിൽ ആ ഗേറ്റിൻ്റെ ഇപ്പുറത്തേക്ക് നിങ്ങൾ ചവിട്ടിക്കയറി വരത്തില്ലായിരുന്നു. ഈ ശബ്ദം കേൾക്കാൻ നിങ്ങൾ ഇവിടെ ഇരിക്കത്തില്ലായിരുന്നു, ഉറപ്പ്. അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് ആരും ചിന്തിക്കല്ല് ദൈവം എന്നെ കൈവിട്ടു എന്നാ തോന്നുന്നേ. ഇല്ല, ഇവിടെ ഇരിക്കുന്നതിൻ്റെ ഒരു അടയാളം ദൈവം നിന്നെ കൈവിട്ടിട്ടില്ല എന്നാണ്. ദൈവം നിന്നെ കൈവിട്ടു എന്നല്ല ഇതിൻ്റെ അർത്ഥം. താഴെ ഇരിക്കുന്നവരും ചാപ്പിലിരിക്കുന്നവരും പ്രവരാന്തിരിക്കുന്നവരും എവിടെയേലും ഇരുന്ന് ഇത് ശ്രദ്ധിക്കുന്നവരും കേൾക്കുക, ദൈവം നിന്നെ കൈവിട്ടിട്ടില്ല. ഇത് ദൈവം കൈവിട്ട് ഈ വചനം ചിലപ്പോൾ ഓൺലൈനിൽ എന്നേലും ഒരു സമയത്ത് കേൾക്കുമായിരിക്കും. അടുക്കളയിൽ നിന്നോ, തിണ്ണയിലിരുന്നോ, വണ്ടിയിലിരുന്നോ. ദൈവം നിങ്ങളെ കൈവിട്ടു എന്ന് ചിന്തിക്കരുത്. ദൈവം നിങ്ങളെ കൈവിട്ടിട്ടില്ല എന്നാണ് ഈ വചനം കേൾക്കുന്നതിൻ്റെ ഒരടയാളം. ഇപ്പോൾ നമ്മളൊരു കാര്യം കേട്ടു, എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ദൈവം നമുക്ക് തിരിച്ചു തരും. ഇനി ഞാനൊരു കാര്യം എൻ്റെ ജീവിതത്തിലൂടെ പറയുവാണ്. പ്രാർത്ഥിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാളെ അനേകരുടെ മുമ്പിൽ ദൈവം മാനിക്കാൻ ഇടവരും. ഇപ്പം എന്തെല്ലാം നഷ്ടങ്ങളുണ്ടേലും ഒന്നും കൂടെ വാക്യം എഴുതി വെക്കണം. ദൈവത്തിലുള്ള ആശ്രയവും പ്രാർത്ഥനയുമുള്ള ഒരാൾക്ക് എന്തൊക്കെ നഷ്ടങ്ങളുണ്ടായാലും ആ നഷ്ടങ്ങൾ തിരിച്ചു തരുമെന്ന് മാത്രമല്ല, ആ വ്യക്തിയെ പലരുടെയും മുമ്പിൽ ദൈവം മാനിക്കാൻ ഇടവരും. പ്രാർത്ഥിക്കുന്ന നിങ്ങളെ പലരുടെ മുമ്പിൽ അഭിമാനത്തോടെ ദൈവം നിർത്തും. വിശ്വസിക്കുന്നോ? ഇത് ഞാൻ തെളിയിക്കാം ബൈബിളിലൂടെ. അപ്പസ്തോല പ്രവർത്തനം 27-ാം അധ്യായം, ആ അധ്യായത്തിൻ്റെ ചില ഭാഗങ്ങൾ ശ്രദ്ധിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന നിങ്ങളെ ദൈവം അപമാനിക്കാൻ ഇടവരിയല. നിങ്ങളെ ഒരിക്കലും നാണം കെട്ട് പോകാൻ ഇടവരിയല. ദൈവം നിങ്ങളെ സാമ്പത്തികമായിട്ടാണേലും ആത്മീയമായിട്ടാണേലും ശുശ്രൂഷയിലാണേലും ആത്മീയതയിലാണേലും പലരുടെയും മുമ്പിൽ ചെന്ന് കാണേണ്ടവർ നമ്മളെ വന്ന് കാണത്തക്ക വിധം, അല്ലെ വിളിച്ച് ഇങ്ങോട്ട് വാ കേട്ടോ, 2 ദിവസം ഇവിടെ നിന്നിട്ട് പോകാം, വിളിച്ച് നമ്മളെ മനുഷ്യർ പോലും നമ്മളെ മാനിക്കത്തക്ക വിധം ഇടവരുത്തും. ചിലരുടെ അനുഭവമായത്. 27-ാം അധ്യായം എന്താ അതിൻ്റെ ഹെഡിങ് എന്നറിയാമോ? പൗലോസിൻ്റെ റോമിലേക്കുള്ള കപ്പൽ യാത്ര. ജീവിതവും ഒരു യാത്ര തന്നെയാണ്. കപ്പൽ യാത്രയാണ്. കപ്പലിനകത്ത് നല്ല സമ്പത്തൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഒന്ന് വായിക്കുകയാണ്. ഇത് വായിക്കുന്നത് 6-ാമത്തെ വാക്യം. ഇറ്റലിയിലേക്ക് പോകുന്ന ഒരു അലക്സാണ്ട്രിയൻ കപ്പൽ അവിടെ കിടക്കുന്നത് കണ്ടു. ഇറ്റലിയിലേക്കുള്ള യാത്രയാ, റോമിലേക്കുള്ള യാത്രയാ. ഇപ്പം ഇറ്റലിയിലേക്കുള്ള ഒരു കപ്പൽ കയറുവാണ്. ഇറ്റലിയിലേക്ക് പോകുന്ന ഒരു അലക്സാണ്ട്രിയൻ കപ്പൽ അവിടെ കിടക്കുന്നത്, ആ സൈഡിൽ കിടക്കുന്നത് അവർ കണ്ട് ശതാധിപൻ ഞങ്ങളെ അതിൽ കയറ്റി, ആ കപ്പലിൽ കയറ്റി. എങ്ങോട്ട് പോവുക? ഇറ്റലിക്ക് പോവുക, റോമിലേക്ക് പോവുകയാണ്. കപ്പലിൽ കയറി. ശതാധിപൻ പറഞ്ഞു ഇതേ കയറാൻ പറഞ്ഞു. കയറി. അങ്ങനെ കപ്പൽ പതുക്കെ ഇങ്ങനെ പോകാൻ തുടങ്ങി. കുറച്ച് ദൂരം എത്തി. ഇനി വായിക്കേണ്ട ഭാഗമാണ് 13-ാമത്തെ വാക്യത്തിൻ്റെ ഹെഡിങ് ഒന്ന് വായിച്ചേ. കൊടുങ്കാറ്റും കപ്പൽ നാശവും. കൊടുങ്കാറ്റ് വന്നു, എല്ലാം തകർന്ന് നാമാവിശേഷമാകുന്ന ഒരു അന്തരീക്ഷം വന്നു. കൊടുങ്കാറ്റും
കപ്പലിന് നാശവും നഷ്ടമുണ്ടായി. ഞാൻ പറയുവാണ്, എന്തെല്ലാം നഷ്ടങ്ങളും നാശം ഉണ്ടായാലും ദൈവം നഷ്ടപ്പെട്ടത് തിരിച്ചു തരുമെന്ന് മാത്രമല്ല, പലരുടെ മുമ്പിലും ദൈവം നിങ്ങളെ നാളെ ഒരു സമയത്ത് മാനിക്കത്തക്ക വിധം നിങ്ങളെ ഉയർത്തി നിർത്തും. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനാണ് ഇത് പറയുന്നത്. ഇതൊരു സൗഖ്യമാണ്. 13-ാമത്തെ വാക്യം, തെക്കൻ കാറ്റ് മന്ദമായി വീശി തുടങ്ങിയപ്പോൾ. സാധാരണ കാറ്റ്, തെക്കൻ കാറ്റ് നമ്മൾ പറയില്ലേ, കാറ്റ് ഓരോ പേരുണ്ടല്ലോ ഓരോ കാറ്റിനും. തെക്കൻ കാറ്റ് വളരെ ശാന്തമായി വീശിക്കൊണ്ടിരിക്കുമ്പോൾ തങ്ങളുടെ ഉദ്ദേശം സാധിതപ്രായമായി എന്ന ചിന്തയോടെ അവർ നങ്കൂരമുയർത്തി, നമ്മൾ ലക്ഷ്യത്തിലെത്തും, ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് അവർ മുന്നോട്ട് പോകുമ്പോൾ നങ്കൂരമുയർത്തി ക്രേത്തായുടെ തീരം ചേർന്ന് കപ്പലിങ്ങനെ പോകുമ്പം പെട്ടെന്ന് 14-ാമത്തെ വാക്യം, പ്രതീക്ഷിക്കാത്ത സമയത്ത്, എന്നാൽ പൊടുന്നനെ വടക്കുകിഴക്കൻ എന്ന് വിളിക്കപ്പെടുന്ന കൊടുങ്കാറ്റ് കരയിൽ നിന്ന് ആഞ്ഞടിച്ചു. പ്രതീക്ഷിക്കാത്ത സമയത്തൊരു കൊടുങ്കാറ്റ്. ഒരു കുഴപ്പമില്ലായിരുന്നു അവിടെ. ജീവിതത്തിലും അങ്ങനെയാണ് കേട്ടോ. പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില കൊടുങ്കാറ്റുകൾ, ചില ഒറ്റപ്പെടലുകൾ, ചില പ്രതിസന്ധികൾ ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ചു വരും. ഇവിടെ സംഭവിച്ചു. പ്രതീക്ഷിക്കാത്തൊരു കൊടുങ്കാറ്റ് കരയിൽ നിന്ന് ആഞ്ഞടിച്ച് കപ്പൽ കൊടുങ്കാറ്റിൽ അകപ്പെട്ടു. അപ്പോൾ കാറ്റിനെ എതിർത്ത് നിൽക്കാൻ കപ്പലിന് കഴിയാതായി. ഇനി അടുത്തതെല്ലാം തകർന്നു പോവാ. 18-ാമത്തെ വാക്യം, വലിയ കൊടുങ്കാറ്റിൽപ്പെട്ട് കപ്പൽ ആടി ഉലഞ്ഞതിനാൽ അടുത്ത ദിവസം അവർ ചരക്കുകൾ കടലിൽ എറിയാൻ തുടങ്ങി. കപ്പലിൽ ഉണ്ടായിരുന്നത് മുഴുവൻ അവരെടുത്ത് കപ്പലിൻ്റെ ഭാരം കുറച്ചു. എല്ലാം വെള്ളത്തിലേക്ക് എടുത്ത് എറിഞ്ഞു. വിലയുള്ളതൊക്കെയാണ് എടുത്തെറിഞ്ഞത്. ഭയങ്കര നഷ്ടമുണ്ടായി. എഴുതിയിട്ടുണ്ട്, കപ്പലിലുള്ളതൊക്കെ അവർ കടലിലേക്ക് എറിഞ്ഞു തുടങ്ങി. 3-ാം ദിവസം അവർ സ്വന്തം കൈകൊണ്ട് കപ്പൽ പായ്കളും വലിച്ചെറിഞ്ഞു. എല്ലാം എറിഞ്ഞു. എല്ലാം നഷ്ടപ്പെടുക. കാരണം പേടിച്ചിട്ട്. വളരെ ദിവസങ്ങളായി സൂര്യനോ നക്ഷത്രങ്ങളോ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു കൊണ്ടിരുന്നതിനാൽ രക്ഷപ്പെടാമെന്ന ആശ തന്നെ ഞങ്ങൾക്ക്. അവസാനത്തെ വാക്ക്, രക്ഷപ്പെടാമെന്ന പ്രതീക്ഷ തന്നെ കൈവിട്ടു. ഇനി രക്ഷപ്പെടൂല, തീർന്നു, നശിച്ചു, വെള്ളത്തിൽ വീണ് മരിക്കത്തേ ഉള്ളൂ എന്നവർക്ക് തോന്നിത്തുടങ്ങി. എല്ലാം കൈവിട്ടു. ഒത്തിരി നഷ്ടങ്ങളുണ്ടായി. അതിനിടയിലും ഒരു നല്ല കാര്യം നടന്നു. 23-ാമത്തെ വാക്യം പൗലോസ് പറയുവാണ്. പൗലോസ്ലിഹയുടെ ഇത്രയും പ്രശ്നത്തിന്റെ സമയത്തും പൗലോസ്ലിഹ പറയുവാ. 23-ാമത്തെ വാക്യം, എന്തെന്നാൽ ഞാൻ ആരാധിക്കുന്നവനും. ഈ പ്രശ്നത്തിന്റെ നടുവിലോ, ആ വാക്ക് നോക്കിയേ, നിങ്ങൾ ആരാധിക്കുന്നോന്നല്ല. പൗലോസ്ലിഹ സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങളോ പ്രത്യക്ഷപ്പെട്ടില്ല. കൂരാക്കൂർ ഇരുട്ട്. തിന്നാനും ഭക്ഷിക്കാനും കുടിക്കാനും ഒന്നുമില്ല. എല്ലാം ചരക്കുകളും എല്ലാം വെള്ളത്തിലേക്ക് എറിഞ്ഞു. ജീവൻ മരണ പോരാട്ടം. ഇനി മുമ്പിൽ മരണം മാത്രമേ ഉള്ളപ്പോൾ പൗലോസ്ലിഹ പറയുവാ, ഞാൻ ആരാധിക്കുന്ന ഒരു ദൈവം, ഞാൻ ആ വാക്കിൽ തന്നെ ഉണ്ട് ആ ബന്ധം. ഈ പ്രശ്നത്തിൻ്റെ നടുവിലും ദൈവത്തോടുള്ള ബന്ധം കളയാത്ത പൗലോസ് പറയുവാണ്, എന്തെന്നാൽ ഞാൻ ആരാധിക്കുന്നവനും എൻ്റെ ഉടയവനുമായ ദൈവത്തിൻ്റെ ഒരു ദൂതൻ ഇന്നലെ രാത്രി എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. എവിടെ? ഈ കപ്പലിൽ എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് എന്തു പറഞ്ഞു? 24-ാമത്തെ വാക്യം, പൗലോസ് നീ ഒട്ടും ഭയപ്പെടണ്ട. സീസറിന്റെ മുമ്പിൽ നീ നിൽക്കുക തന്നെ. നീ ചെല്ലേണ്ടടത്ത് എന്തെല്ലാം നടന്നോട്ടെ, നിന്നെ ദൈവം എത്തേണ്ട ഇടത്ത് എത്തിച്ചിരിക്കും. ഇതെല്ലാവരോടും പറയട്ടെ. എന്തെല്ലാം പ്രശ്നം ഉണ്ടായിക്കോട്ടെ, ഇന്ന് എന്തെല്ലാം പ്രതിസന്ധി ഉണ്ട്, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണോ, പ്രാർത്ഥിക്കുന്ന ഒരാളാണോ, ദൈവം നിന്നെ എത്തേണ്ടടത്ത് എത്തിച്ചിരിക്കും. ഇനി അടുത്തൊരു 25-ാമത്തെ വാക്യം പൗലോസ്ലിഹ പറയുവാ, കപ്പലിലുള്ളവരോട് പറയുവാ, അതിനാൽ ജനങ്ങളെ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുവിൻ, എന്നോട് പറഞ്ഞതെല്ലാം അതുപോലെ സംഭവിക്കുമെന്ന്. അടുത്ത ഭാഗം, എന്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആ വാക്കൊന്ന് വായിച്ചേ. പൗലോസ്ലിഹ പറയാ, കൊടുങ്കാറ്റും തിരമാലയും നഷ്ടവും ചരക്കുകളും സമ്പത്തും എല്ലാം കടലിലേക്ക് എറിഞ്ഞു. ഇനി ജീവിതം തന്നെ മുന്നോട്ടില്ലെന്ന് പറഞ്ഞ പൗലോസ്ലിഹ പറയുവാ, ഞാൻ ലക്ഷ്യത്തിലെത്തുമെന്നും നമുക്കൊന്നും ഒരു ദോഷവും വരികയില്ലെന്നും ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു.
എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടും വിശ്വാസം കളഞ്ഞില്ല. ഹല്ലേലൂയ. ആ ദൈവത്തെ ശപിച്ചില്ല. അല്ലേലും ഇങ്ങനെ വരുവുള്ളൂ, ഈ പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു ഗുണവുമില്ല, ഈ ഞങ്ങൾ തകരുമെന്ന് എനിക്ക് പണ്ടേ തോന്നിയതാ, ഒന്നും പറഞ്ഞില്ല. ദൈവം ഞങ്ങളെ കൈവിടിയേലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആമേൻ. ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? പൗലോസ്. പൗലോസ് പറഞ്ഞു. ഇനി എല്ലാവരും ശ്രദ്ധിച്ചേ, ഇനി അടുത്ത കാര്യം. എല്ലാം നഷ്ടപ്പെട്ടു. വിശ്വാസം പറഞ്ഞ പൗലോസിനെ ദൈവം അപമാനിച്ചുവെന്നല്ല, വലിയ ഒരു മാനം, വലിയ രീതിയിൽ മാനിച്ചു. ആമേൻ. 28-ാം അധ്യായം 7 മുതലുള്ള വാക്യം വായിക്കുവാണ്. ശ്രദ്ധിച്ചു വായിക്കുവാണ്. ദ്വീപിലെ പ്രമാണിയായ ശ്രദ്ധിച്ചു വായിക്കണം. ഈ വാക്കെല്ലാം പ്രധാനപ്പെട്ടതാ. ഒരു ദ്വീപിലെ പ്രമാണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ ഗവർണർ, ആ പദവിയുള്ള ആളാ പ്രമാണി. അതായത് എഴുതിയിട്ടുണ്ട്, ദ്വീപിലെ പ്രമാണിയായ പുബ്ലിയൂസ്. അയാളുടെ പേരാണ് പുബ്ലിയൂസ്. അയാൾ ഗവർണറാണ്, അന്നത്തെ ദ്വീപിലെ ഗവർണറാണ്, വലിയ പദവിയുള്ള ആളാണ്. എഴുതിയിട്ടുണ്ട്, ദ്വീപിലെ പ്രമാണിയായ പുബ്ലിയൂസിന് ആ സ്ഥലത്തിന്റെ അടുത്ത് കുറെ ഭൂമി ഉണ്ടായിരുന്നു. പുള്ളിക്ക് ഒരുപാട് സ്ഥലമുണ്ട് അവിടെ. ആ സ്ഥലത്ത് ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു. അവൻ ഞങ്ങളെ സ്വീകരിച്ച് 3 ദിവസത്തേക്ക് ആതിഥ്യം നൽകി. പുള്ളീനെയൊക്കെ ഒന്ന് കാണണമെങ്കിൽ നേരത്തെ PA സെക്രട്ടറിയോട് പറഞ്ഞ അപ്പോയിൻമെന്റ് എടുക്കണം. ഇപ്പോൾ വിശ്വാസം പറഞ്ഞ പൗലോസിനെ ഗവർണറുടെ വീട്ടിൽ വിളിച്ചു 3 ദിവസം ഇവിടെ താമസിക്കണമെന്ന് പറഞ്ഞു. ഇനി നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു വരുന്ന വഴി കണ്ടോണം. എല്ലാം നഷ്ടപ്പെട്ടു. സൂര്യനും ചന്ദ്രനും പ്രത്യക്ഷപ്പെടുന്നില്ല. എല്ലാം നഷ്ടപ്പെട്ടു. ഇരുട്ട് എല്ലാം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു മിനിറ്റ് മുന്നോട്ട് നീങ്ങാൻ അപ്പോഴും പ്രശ്നമുള്ളപ്പോഴും പൗലോസ് എന്നാ പറഞ്ഞേ? നമ്മളൊരു സുരക്ഷിത സ്ഥലത്ത് എത്തുമെന്ന് എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നാ പറഞ്ഞു. വിശ്വസിക്കുന്നവനെ ദൈവം മാനിച്ചോ? ഇപ്പോൾ ഗവർണർ പറയുക, എൻ്റെ വീട്ടിൽ 3 ദിവസം നിങ്ങൾ താമസിക്കണമെന്ന്. അതാ എഴുതിയിട്ടുള്ളത്. സ്ഥലത്തെ പ്രമാണിയായ പുബ്ലിയൂസ് ആ സ്ഥലത്തിനടുത്ത് അയാൾക്ക് ഒരുപാട് ഭൂമി ഉണ്ടായിരുന്നുവെന്നും അവൻ ഞങ്ങളെ സ്വീകരിച്ച് 3 ദിവസത്തേക്ക് ആതിഥ്യം നൽകി. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിളിച്ച് താമസിപ്പിച്ച് ഗവർണറുടെ വീട്ടിൽ പൗലോസിനെ. ഇനി നഷ്ടപ്പെട്ടതൊക്കെ ആ മനുഷ്യൻ തിരിച്ചു കൊടുക്കുക. അവിടെ ചെല്ലുമ്പോൾ ഈ ഗവർണറുടെ പ്രിയപ്പെട്ട ഒരാൾ പനി പിടിച്ച് വീട്ടിൽ കിടക്കുക. അപ്പോൾ ഗവർണർ പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് സൗഖ്യം കൊടുത്തു. വായിക്കുക. പുബ്ലിയൂസിന്റെ പിതാവ്, ഇദ്ദേഹത്തിന്റെ ഫാദർ, അപ്പൻ, പനിയും അതിസാരവും പിടിപെട്ട് കിടപ്പിലായിരുന്നു. പുള്ളി വലിയ പൈസക്കാരനും ഗവർണറും ഒക്കെ ആണെങ്കിലും പുള്ളിയുടെ ഫാദർ അവിടെ പനി പിടിച്ച് കിടക്കുമായിരുന്നു വീട്ടില്. അപ്പോൾ പൗലോസ് അവനെ സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയും അവന്റെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്തുകയും അവന്റെ മേൽ കൈവച്ച് സുഖപ്പെടുത്തുക. അപ്പൊ ഈ കൈവച്ചുള്ള പ്രാർത്ഥന ബൈബിളിലുള്ള പ്രാർത്ഥനയാണ്. നമ്മൾ പറയില്ല, എന്തിനാ പുള്ളി ചുമ്മാ ഒന്ന് പ്രാർത്ഥിച്ചാൽ പോരെ? ഇല്ല, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പുള്ളവൻ എന്താ ചെയ്തത്? ആ ഗവർണർ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കണം. അവൻ്റെ മേൽ കൈവച്ചു എന്നല്ല, അപ്പൊ 2 കൈകൾ വെച്ച് സുഖപ്പെടുത്തുകയും ചെയ്തു. ഒരു അനുഭവം അവിടെ ഉണ്ടായി. ഇനി അടുത്തതോ, ഈ സംഭവത്തെ തുടർന്ന് ദ്വീപിലുണ്ടായിരുന്ന മറ്റു രോഗികളും അവന്റെ അടുക്കൽ വന്ന് സുഖം പ്രാപിച്ചുകൊണ്ടിരുന്നു. 10-ാമത്തെ വാക്യം, അവർ ഞങ്ങളെ വളരെയേറെ ബഹുമാനിച്ചു. ഉറക്കെ വായിച്ചേ. അവർ ഞങ്ങളെ വളരെയേറെ ബഹുമാനിച്ചു. ദൈവത്തിലുള്ള വിശ്വാസം പറഞ്ഞവനെ ഇപ്പോൾ മനുഷ്യർ ബഹുമാനിക്കാൻ തുടങ്ങി. അവിടെ എഴുതിയിട്ടുണ്ട്, ബഹുമാനിച്ചത് ലോക്കൽ ആൾക്കാരല്ല, സ്ഥലത്തെ ഗവർണറും ആ സ്ഥലത്തെ ദേശത്തിലെ ആളുകളും പൗലോസിനെ ബഹുമാനിച്ചു. പ്രാർത്ഥിക്കുന്ന നിങ്ങളെ തേടുന്നത് പലരും ബഹുമാനിക്കത്തക്ക വിധം, പലരും മാനിക്കത്തക്ക വിധം ദൈവം നിങ്ങളെ ഉയർത്തും. സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ആ സ്ഥലത്തെ ഗവർണർക്ക് ഇവിടെ 100 ഏക്കർ സ്ഥലമുണ്ടെന്നും പുള്ളി ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുമെന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇങ്ങനെ ഒരു അനുഗ്രഹം വരുമെന്ന് പ്രതീക്ഷിക്കാത്ത നന്മകൾ ചില വ്യക്തികളിലൂടെ നിങ്ങളുടെ അടുത്ത് വരും. ഇനി നഷ്ടപ്പെട്ട് തിരിച്ചു വരുമെന്ന് പറയാം. അടുത്തത് 10-ാമത്തെ വാക്യം.
അവർ ഞങ്ങളെ വളരെയേറെ ബഹുമാനിച്ചു. ഞങ്ങൾ കപ്പൽ യാത്രയ്ക്ക് ഒരുങ്ങിയപ്പോൾ, അടുത്ത ഭാഗം വായിച്ചോണോ, ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം വലിച്ചെറിഞ്ഞ ആൾക്കാരാണ്. ഇപ്പൊ പറയുക, ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അവർ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് നൽകി. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നാളെ ഒരു സമയത്ത് അത് വേറൊരു വഴിയിൽ ദൈവം നമുക്ക് തിരിച്ചു തരുന്ന അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു തിരിച്ചു കിട്ടൽ ഉണ്ടാകുമെന്ന്. ഹല്ലേലൂയ. എല്ലാവരും ശ്രദ്ധിച്ചേ, നായിമിലെ വിധവയില്ലേ, ആ വിധവയുടെ കൊച്ചു മരിച്ചുപോയി ശവസംസ്കാരത്തിന് പോവുകയാണ്. അവിടെ ബൈബിൾ ഒരു വാക്കുണ്ട്, എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാനത് പറയാഞ്ഞത്. ആ കുഞ്ഞിൻ്റെ മേൽ പ്രാർത്ഥിച്ച് ആ കുഞ്ഞിനെ അവൻ്റെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. കയ്യിലോട്ട് ആ കൊച്ചിൻ്റെ കൈ പിടിച്ചങ്ങ് കൊടുത്തു. ചില നന്മകളുണ്ടല്ലോ, പ്രാർത്ഥിക്കുന്ന നമുക്ക്, സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്ന നമുക്ക് ദൈവവും ചിലതൊക്കെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തരുന്ന ദിവസമാണിത്. ചിലതൊക്കെ ദൈവം നമുക്ക് ഏൽപ്പിച്ചു തരും. ഹല്ലേലൂയ. ഇവിടെ എഴുതിയിട്ടുണ്ട്, വിശ്വാസം പ്രഖ്യാപിച്ച പൗലോസ്. പ്രശ്നമുള്ള സമയത്ത് പൗലോസ് പറഞ്ഞോ, ഇതെല്ലാം തകർന്നു പോകത്തേ ഉള്ളൂ, ഇതൊന്നും ശരിയാവൂല, അന്നേ എനിക്ക് തോന്നിയതാ പോരണ്ടായിരുന്നു എന്ന്, എനിക്ക് അന്നേ തോന്നി. ഒന്നും പറഞ്ഞില്ല. പൗലോസ് പറഞ്ഞത്, എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ഒരു ദോഷവും നമുക്ക് വരികയില്ല, എത്തേണ്ടടുത്ത് ദൈവം സുരക്ഷിതമായി നമ്മളെ എത്തിക്കുമെന്ന്. വിശ്വാസം പറഞ്ഞവനെ ബഹുമാനിച്ചത് സ്ഥലത്തെ ഗവർണർ ബഹുമാനിക്കാൻ ഇടവന്നു. എന്നിട്ട് ഇദ്ദേഹം പോകാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ആവശ്യമുള്ളതെല്ലാം വേണേ അവിടെ നിന്ന് ചുമന്നുകൊണ്ട് പൊക്കോ, വേണ്ടവരൊക്കെ എടുത്തുകൊണ്ട് പൊക്കോളാനല്ല, കൊണ്ടുവന്ന് കൊടുത്തു. ദൈവവും ചിലതൊക്കെ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കും കേട്ടോ. ചില നന്മകൾ, ചില നമ്മൾ വിചാരിക്കാത്ത വ്യക്തികൾ ദൈവദൂതന്മാരെ പോലെ നമ്മുടെ അടുത്ത് വരും. അവർ നമ്മളെ അധികമായി, ഇന്ന് ചിലപ്പോൾ ചില നഷ്ടങ്ങളുണ്ടെങ്കിലും നാളെ ചിലപ്പോൾ അതിനിരട്ടിയായി അനുഗ്രഹത്തിൽ അത് തിരിച്ചു വരുമെങ്കിലോ. നമ്മളിന്ന് പ്രാർത്ഥിക്കാൻ പോവാ. ഒരു നിമിഷം എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഈ വിഷയം ഒന്ന് പ്രാർത്ഥിക്കുമോ? പൗലോസ് ശ്ലീഹായുടെ സാക്ഷി ഇറ്റലിയിലേക്ക് പോയപ്പം എല്ലാം നഷ്ടമായിരുന്നു, എല്ലാം എടുത്തെറിഞ്ഞു. ജീവിതം ഇനി എവിടെ ചെല്ലുമെന്ന് അറിയത്തില്ലാണ്ടായി, എല്ലാം തകർന്നു അവസാനിച്ചു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ പൗലോസ്, വിശ്വാസം പറഞ്ഞ പൗലോസിനെ എല്ലാവരുടെയും മുമ്പിൽ ദൈവം ബഹുമാനിക്കാൻ ഇടവരുന്നു. പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ, പ്രാർത്ഥിക്കുന്ന യുവതി യുവാക്കളെ, ഏത് വിഷയമാകട്ടെ, നിങ്ങൾ എവിടെയാ നഷ്ടം, എവിടെയാ സങ്കടം, നഷ്ടപ്പെട്ടതിനെ തിരിച്ചു തരുന്ന, അനുഗ്രഹിച്ച് തിരിച്ചു തരുന്ന ഒരു ദൈവമുണ്ട്. ചിലതൊക്കെ ദൈവം നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിക്കുമെന്ന് വിശ്വസിക്കുക. ചിലതൊക്കെ ദൈവം നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിക്കും. നഷ്ടപ്പെട്ടത് തിരിച്ചു വരും, നഷ്ടപ്പെട്ടത് തിരിച്ചു വരും. രണ്ട് കരങ്ങളും ഒന്ന് കണ്ണുകളെ അടച്ച് ഒന്ന് ഉയർത്തിപ്പിടിക്കുമോ? എന്നിട്ട് ഇങ്ങനെയൊന്നും ആരും ചിന്തിക്കരുത്, എൻ്റെ ജീവിതം പോയി, ഇനി ശരിയാകത്തില്ല, എൻ്റെ ഭാവി പോയി. അല്ല, ചിലപ്പോൾ ഒരു നല്ല തുടക്കം ദൈവം നിങ്ങളിൽ ഇടാനായിരിക്കും ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയേ. ദൈവം നിങ്ങളെ കൈവിട്ടു എന്നല്ല, ഇവിടെ വന്നിരുന്നതിൻ്റെ, ഈ വചനം കേൾക്കുന്നതിൻ്റെ അർത്ഥം ദൈവം നിന്നെ കൈവിട്ടിട്ടില്ല എന്നാണ്. ദൈവം നിങ്ങളെ തള്ളിക്കളഞ്ഞു എന്നല്ല, ദൈവം നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ടില്ല എന്നാണ്. ആ അധരങ്ങൾ തുറന്ന് ശബ്ദം ഉയർത്തിയോ എല്ലാവരും ഒന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കുമോ? ഹല്ലേലൂയ ഇൻ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നു, നഷ്ടപ്പെട്ടത് ദൈവം എനിക്ക് തിരിച്ചു തരും. നഷ്ടപ്പെട്ടത് ദൈവം എനിക്ക് തിരിച്ചു തരും. നഷ്ടപ്പെട്ടത് ദൈവം എനിക്ക് തിരിച്ചു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ താഴ്ത്തി, കരങ്ങളൊന്ന് ചേർത്തടിച്ച് എല്ലാവരും ഒന്ന് പാടി. ഏറ്റവും മുമ്പ് നിൽക്കുന്നവരും പുറകെ നിൽക്കുന്നവരും താഴ്ഭാഗങ്ങളിൽ ചാപ്പലിലൊക്കെ നിൽക്കുന്നവരും ഒന്ന് ചേർന്ന് പാടുകയാണ്. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണ്. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണ്.
പതറിടല്ലേ കണ്ണുനീരിലും തളറിടല്ലേ നഷ്ടങ്ങളിലും പതറിടല്ലേ കണ്ണുനീരിലും തളറിടല്ലേ ഞാനെന്നും നിന്റെ ദൈവം നീ എന്നും എന്റേതാണേ ഞാനെന്നും നിന്റെ ദൈവം നീ എന്നും ചേർന്ന് പാടാം. നിന്നെ കുറ്റം വിധിച്ച് തള്ളിക്കളഞ്ഞെന്നാലും പിന്മാറിപ്പോയിടല്ലേ ഇരുപിറുപ്പില്ലാതെ മുൻപോട്ട് പോകുക യേശുവെന്നും നിന്റെ കൂടെ നിന്നെ കുറ്റം വിധിച്ച് തള്ളിക്കളഞ്ഞെന്നാലും പിന്മാറിപ്പോയിടല്ലേ പിറുപിറുപ്പില്ലാതെ മുൻപോട്ട് പോകുക യേശുവെന്നും നിന്റെ കരമുയർത്തിയടിച്ച് നഷ്ടങ്ങളിലും പതറിടല്ലേ കണ്ണുനീരിലും തളർന്നിടല്ലേ നഷ്ടങ്ങളിലും പതറിടല്ലേ കണ്ണുനീരിലും തളർന്നിടല്ലേ ഞാനെന്നും നിന്റെ ദൈവം കരമുയർത്തി പിടിച്ച് അധരങ്ങളെ തുറന്ന് അധരങ്ങളെ തുറന്ന് വിശ്വാസത്തോടെ ഒരാത്മാവിൽ നിറഞ്ഞ് ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ച് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ജീസസ് ഹല്ലേലൂയ ജീസസ് ഹല്ലേലൂയ ജീസസ് ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങളെ താഴ്ത്തി പാട്ട് പാടിയതും ജീവിതത്തോട് ചേർന്നാണ്. കഷ്ടങ്ങളിലും നഷ്ടങ്ങളിലും പതറരുത്. ഭയങ്കര കഷ്ടവും നഷ്ടവും ഉണ്ടായപ്പോൾ പൗലോസ് ശ്ലീഹ പറഞ്ഞത്, എല്ലാവരും പറഞ്ഞു തകർന്നു തീർന്നു എന്നൊക്കെ. പൗലോസ് പറഞ്ഞില്ല, നമ്മളെ ദൈവം സുരക്ഷിതമായിട്ട് എത്തിക്കും. നഷ്ടപ്പെട്ടത് നമുക്ക് ദൈവം തിരിച്ചു തരും. എൻ്റെ ദൈവത്തിൽ ഞാനത് വിശ്വസിക്കുന്നു എന്നാ പറഞ്ഞത്. വിശ്വസിക്കുന്നവനെ ദൈവം എല്ലാവരുടെയും മുമ്പിൽ മാനിക്കാൻ ഇട വന്നു. അവിടുത്തെ ഗവർണർ, അയാൾക്ക് ഒരുപാട് ഏക്കർ സ്ഥലം, അദ്ദേഹത്തിൻ്റെ ഫാദറിനൊരല്പം പനിയും അതിസാരവും പിടിച്ചിരിക്കുന്നു. ആ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ച് സൗഖ്യമായപ്പോൾ അവർക്കൊരനുഭവം വന്നപ്പോൾ പറഞ്ഞു, ആവശ്യമായതൊക്കെയും അവർക്ക് കൊണ്ടുവന്നു കൊടുത്തുവെന്ന്. ഇതൊക്കെ ഇന്നത്തെയും അനുഭവമായി മാറട്ടെ. പ്രാർത്ഥിക്കുന്ന നിങ്ങൾ സങ്കടത്തോടെ അല്ല മടങ്ങുന്നത്, അനുഗ്രഹത്തോടെ ആയിരിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന നിങ്ങളെ കാത്തിരിക്കുന്നത് തകർച്ചയല്ല, പരാജയമല്ല, ഒരു സാക്ഷ്യമാണ്. ഒരു സാക്ഷ്യമാണ്. ഇരിക്കാം. ഒരു കാര്യം കൂടി ഒന്ന് പറയട്ടെ. ഹല്ലേലൂയ. ഇങ്ങനെയൊരു സ്ഥലം ഇവിടെ ദൈവം ഒരുക്കിയതിനെ ഓർത്ത് നന്ദി. നമുക്ക് നമ്മുടെ വചനം പ്രാർത്ഥിക്കാനും വചനം കേൾക്കാനും ദൈവം, നിങ്ങളെല്ലാവരും വളരെ ത്യാഗത്തോടെ സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്നത് കാണുന്നത് തന്നെ ഒരനുഗ്രഹമാണ്. ഹല്ലേലൂയ. ഈ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. ഒരു നല്ല കാര്യമാണ്. 1 സാമുവേലിൻ്റെ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ ദാവീദും ഗോലിയാത്തും എന്നൊരു തലക്കെട്ടോടെ ഒരു വചനം എഴുതി വച്ചിട്ടുണ്ട്. ഗോലിയാത്തിനെ കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു, ഒന്നും ശരിയാകൂല, ഇനി പുള്ളിക്ക് ഭയങ്കര കഴിവുണ്ട്, ശക്തിയുണ്ട്, ആരോഗ്യമുണ്ട്, നമ്മൾ തോറ്റത് തന്നെ, എല്ലാം പോയത് തന്നെ എന്നൊക്കെ പറഞ്ഞ് നിരാശ പറഞ്ഞ് നെഗറ്റീവ് പറഞ്ഞ് രാജാവടക്കം അങ്ങ് ആ രാജ്യത്തിൻ്റെ രാജാവടക്കം മുറിക്കകത്ത് കയറിയിരിക്കുവാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദാവീദ് വരുന്നത്. ദാവീദ് വന്ന് 43-ാമത്തെ വാക്യം, 17-ാം അധ്യായം 43-ാമത്തെ വാക്യം. ഗോലിയാത്ത് ദാവീദിനോട് ചോദിച്ചു, എൻ്റെ നേരെ വടിയുമായി വരാൻ ഞാനൊരു പട്ടിയോ? ആരോട് ചോദിച്ചു? ഗോലിയാത്ത് ദാവീദിനെ കണ്ടപ്പോൾ ഒരു ബാലകനായിട്ടാണ് തോന്നിയത്, ഒരു കോമളനായിട്ടും കുമാരനായിട്ടും ഒരു ചെറുക്കനായിട്ടാണ് തോന്നിയുള്ളൂ. അതുകൊണ്ട് ഗോലിയാത്ത് ചോദിച്ചു, നീ എന്നാ ഒരു പട്ടീനെ എറിയാൻ വരുന്ന പോലെ എൻ്റെ നേരെ വരുവാണോ എന്ന് ചോദിച്ച് അവൻ ദേവന്മാരുടെ പേര് ചൊല്ലി ദാവീദിനെ ശപിച്ചു. ഉറക്കെ വായിച്ച്. ദാവീദിനെ ശപിച്ചു. എല്ലാ ശാപവും പേടിക്കണ്ട കേട്ടോ. ദാവീദിനെ ഗോലിയാത്ത് ശപിച്ചു, പക്ഷേ ഏറ്റില്ല, ഒന്നും ഏറ്റില്ല. ആരുടെയെങ്കിലും ആവശ്യമില്ലാതെ അയ്യോ പുള്ളി എന്നെ ശപിച്ചല്ലോ, കാര്യമില്ലാണ്ട് പുള്ളി എപ്പോഴും ശപിച്ചുകൊണ്ടിരിക്കുക, ആ ശാപത്തെ
പേടിക്കേ വേണ്ട. ആവശ്യമില്ലാത്ത ഒരു ശാപവും ഒരാളെയും ഏൽക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗോലിയാത്ത് ദാവീദിനെ ശപിച്ചു. അങ്ങനെയാണ് ദാവീദ് ഈ ശാപം കെട്ടി തോക്കണ്ടേ? ദാവീദ് ജയിച്ചു എന്നാണ്. ആവശ്യമില്ലാത്ത ശാപം, അയ്യോ പുള്ളി എന്നെ ശപിച്ചുകൊണ്ടാണോ എനിക്കിങ്ങനെ വന്ന്, ആവശ്യമില്ലാത്ത ഒരു ശാപവും തൊടിയല ജീവിതത്തിൽ. ആമേൻ. ഒരാപത്തും വരുത്തിയല. അത് അന്തരീക്ഷത്തിൽ കൂടെ പോകത്തേ ഉള്ളൂ. ശപിച്ചു. അടുത്തത്, അവൻ ദാവീദിനോട് പറഞ്ഞു, വരൂ, ഞാൻ നിന്റെ മാംസം പറവകൾക്കും കാട്ടുമൃഗങ്ങൾക്കും കൊടുക്കും. ഗോലിയാത്ത് ദാവീദിനോട്, നിന്റെ മാംസം ഞാൻ മുറിച്ച് ഭക്ഷിക്കും, കാട്ടുമൃഗങ്ങൾക്ക് ഞാൻ തിന്നായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. ദാവീദ് പ്രതിവചിച്ചു, വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു. ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമത്തിലാണ് വരുന്നത്. ഗോലിയാത്ത് ഇതെല്ലാം പറഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞു, ഞാൻ വരുന്നത് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിലാണ് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞ്, ഇനി അടുത്ത രണ്ടൂന്ന് വാക്ക് ശ്രദ്ധിച്ചേ. ദാവീദ് പറഞ്ഞ വാക്കാണ്, കർത്താവ് നിന്നെ ഇന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്, എൻ്റെ കാര്യം തീർന്നത് തന്നെ, എന്നെ ഈ പുള്ളി കൊല്ലും, ഞാൻ ഇനി എങ്ങനെ രക്ഷപ്പെടും, ഇതൊന്നുമല്ല ദാവീദ് പറഞ്ഞത്. ദാവീദ് വിശ്വാസത്തിൽ പറയുവാണ്, എൻ്റെ ദൈവം നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. പിന്നെയോ, ഞാൻ നിന്നെ വീഴ്ത്തും, നിന്റെ തല വെട്ടിയെടുക്കും. ഫിലിസ്ത്യരുടെ ശവശരീരങ്ങൾ പറവകൾക്കും കാട്ടുമൃഗങ്ങൾക്കും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് ലോകമെല്ലാം അറിയും. ആദ്യം പറഞ്ഞത് വിശ്വാസമാണോ? ആദ്യം പറഞ്ഞ വിശ്വാസമാണ്. ഇതിനുശേഷം 49-ാമത്തെ വാക്യം, ദാവീദ് സഞ്ചിയിൽ നിന്ന് ഒരു കല്ലെടുത്ത്. അപ്പൊ ഒരു കാര്യം, ആദ്യം കല്ലാണോ എടുത്തത്, ആദ്യം വിശ്വാസമാണോ എടുത്തത്? വിശ്വാസം. ശ്രദ്ധിക്കണേ, രണ്ടും രണ്ട് ഘട്ടമായിട്ടാ. നമ്മൾ ആദ്യം കല്ലെടുത്ത് എറിയുക, ആദ്യം കല്ലെടുക്കുവല്ല, ആദ്യം എടുത്തത് വിശ്വാസമാണ്. ആദ്യം എടുത്തത് ദൈവത്തിൻ്റെ നാമമാണ്. ആദ്യം എടുത്തത് പ്രാർത്ഥനയാണ്. രണ്ടാമതാ കല്ലെടുത്തത്. കല്ലുണ്ടായിരുന്നു ബാഗിൽ, കല്ലെടുത്ത് ചുമ്മാ ചറപറ എറിയുമല്ല, ആദ്യം എടുത്തത്. നിങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെയാണ്, ആദ്യം എടുക്കേണ്ടത് വിശ്വാസമാണ്. പരീക്ഷയ്ക്ക് മുമ്പ്, ഇൻ്റർവ്യൂവിന് മുമ്പ്, ഇത് ജയിക്കാൻ പോകുന്നില്ല, ആ കൊച്ചു തോറ്റു, ഞാനും തോക്കാൻ സാധ്യത, അത് പറഞ്ഞുകൊണ്ട് പോയാൽ തോക്കും. ആദ്യം വിശ്വാസം പറയണം. എന്ത് പ്രതിസന്ധി മുന്നിൽ കണ്ടാലും വിശ്വാസം പറയണം, ഞാൻ ജയിക്കും, ദൈവം എനിക്കൊരു വിജയം തരും. വിശ്വാസം പറഞ്ഞിട്ട് വേണം കല്ല് കയ്യിലെടുക്കാൻ. വിശ്വാസമാണ്. ബിസിനസ്സാകാം, ശുശ്രൂഷയാകാം, ആദ്യം എടുക്കേണ്ടത് വിശ്വാസമാണ്. ആദ്യം വിശ്വാസം എടുക്കണം, രണ്ടാമതാണ് കല്ലെടുത്തത്. വിശ്വാസം പറഞ്ഞ് എടുത്ത കല്ല് ലക്ഷ്യത്തിലെത്തിയോ? ഉന്നം തെറ്റിയിട്ടില്ല. വായിക്കാം. ദാവീദ് സഞ്ചിയിൽ നിന്ന് ഒരു കല്ലെടുത്ത് കവിണയിൽ വെച്ച് ഗോലിയാത്തിന്റെ നെറ്റിക്ക് ആഞ്ഞെറിഞ്ഞു. അത് അപ്പുറത്ത് നിന്നവന്റെ നെറ്റിക്ക് കൊണ്ടുവന്നല്ല, കല്ല് നെറ്റിയിൽ തന്നെ തറച്ചു. അവൻ എഴുതിയിട്ടുണ്ട്, അത് പുള്ളി ഉദ്ദേശിച്ച സ്ഥലത്ത് ആ കല്ല് ചെന്ന് കൊണ്ടുവന്നു. ആ കല്ല് നമ്മൾ പറയില്ലേ, അവിടെ ഇരിക്കുന്നൊരു മാങ്ങ കയറുന്ന പോയി കൊണ്ടത് അപ്പുറത്തെ കവുങ്ങിനിട്ടാണ്. അപ്പുറത്തെ ജനൽ പൊട്ടിപ്പോയി. നമ്മൾ എറിഞ്ഞ പല വഴിക്കാണ് കല്ല് പോകുന്നത്. ദാവീദ് വിശ്വാസം, ദൈവത്തിൻ്റെ നാമത്തെ എടുത്ത് ഒരു കല്ലെടുത്ത് ഒരു ലക്ഷ്യത്തോടെ എറിഞ്ഞപ്പം ആ ഉന്നം തെറ്റിയിട്ടില്ല. നിങ്ങളുടെ ഉന്നവും ലക്ഷ്യവും തെറ്റത്തില്ല, ആദ്യം വിശ്വാസത്തെ എടുത്താൽ. നിങ്ങൾ ചിലർ പറയില്ല, എനിക്ക് ഡോക്ടറാകാനായിരുന്നു ആഗ്രഹം, പക്ഷേ എവിടെ എത്തിയില്ല. എന്താ ഉന്നം തെറ്റിപ്പോയത്? എനിക്ക് ഇന്നതാകാനായിരുന്നു ആഗ്രഹം, അതൊന്നും നടന്നില്ല, ഇനി എങ്ങനെയും അങ്ങ് പോട്ടെ. ഇല്ല, മനസ്സിൽ ഡോക്ടറാകണമെന്നാണോ ലക്ഷ്യം കണ്ടത്? ആദ്യം എടുക്കേണ്ടത് വിശ്വാസമാണ്. ആ ഉന്നം തെറ്റത്തില്ല. ആ ലക്ഷ്യത്തിൽ തന്നെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഗോലിയാത്തിൻ്റെ നെറ്റി ആ ലക്ഷ്യമാക്കി, പുള്ളിയുടെ കാലെ കൊണ്ടുവന്നല്ല, പുള്ളിയുടെ വിരലെ കൊണ്ടുവന്നല്ല, ആ ലക്ഷ്യം വച്ചെടുത്തത് കൊണ്ടു. ആദ്യം എടുത്തത് കല്ലല്ല, ആദ്യം എടുത്തത് വിശ്വാസമാണ്. ആദ്യം പോയത് വിശ്വാസമാണ്.
ആദ്യം പ്രാർത്ഥനയാണ് മുന്നേ പോയത്, ആദ്യം വിശ്വാസമാണ് മുന്നിൽ പോയത്. അതുകൊണ്ടാണ് ഉന്നം തെറ്റാതെ പോയത്. ശ്രദ്ധിക്കുക, നിങ്ങളും നിങ്ങളുടെ മക്കളെ വിടുമ്പം, നിങ്ങൾ ബിസിനസ് തുടങ്ങുമ്പം, നിങ്ങൾ ബിസിനസ് ചെയ്യുമ്പം, കൃഷി ചെയ്യുമ്പം എത്ര കഴിവുണ്ടെങ്കിലും ആദ്യം വിശ്വാസം എടുത്തോണം, പിന്നെ കല്ലെടുക്കാവുള്ളൂ. എന്നാൽ ആ ലക്ഷ്യം തെറ്റത്തില്ല. അത് ഉന്നം തെറ്റി എവിടെയെങ്കിലും കൊണ്ട് ആരെയും പരാതി പറയത്തില്ല. അത് ചെല്ലേണ്ടടുത്ത് തന്നെ ചെല്ലും. വിശ്വസിക്കുന്നു? അങ്ങനെയെങ്കിൽ ഈ കസേരയിൽ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഇച്ചിരി കാര്യങ്ങൾ വിശ്വസിച്ചേ. ദാവീദ് ഗോലിയാത്തിൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞത് വിശ്വാസമാണ്. അയ്യോ, ഇയാളെ തോൽപ്പിക്കാൻ പറ്റില്ല, ഇയാൾക്ക് എന്നാ ശരീരമാ, ഇയാൾ ഭയങ്കര മല്ലനാ, ഇയാളെ തോൽപ്പിക്കാമെന്ന് ഞാൻ പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്നൊന്നുമല്ല പറഞ്ഞേ. നിന്നെ എൻ്റെ കയ്യിൽ ദൈവം ഏൽപ്പിക്കും, ഞാൻ വിജയിക്കൂ എന്നാ പറഞ്ഞേ. ആവശ്യമില്ലാത്ത ശാപം ഒന്നും കൊള്ളിയല്ല കേട്ടോ. ആവശ്യമില്ലാത്ത ശാപമൊക്കെ വെറുതെയാ, അത് സ്വയം തിരിച്ചടിയായി മാറും. ആവശ്യമില്ലാതെ ആരെ ശപിക്കണ്ട. ദൈവത്തിലുള്ള വിശ്വാസത്തെ എടുത്ത് ആ ഒറ്റ കല്ല് മതി നീ രക്ഷപ്പെടാൻ. 5 കല്ലുണ്ടായിരുന്നു, തോട്ടിപ്പോയി 5 കല്ല് പെറുക്കിയെടുത്ത് സഞ്ചിയിലിട്ടയാളാ. പക്ഷെ ഒറ്റ കല്ല് മതിയായിരുന്നു ആ പ്രശ്നത്തിന് പരിഹാരം. ഒരുപക്ഷെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഈ ഒരൊറ്റ പ്രാർത്ഥന മതിയാകും നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകാൻ. ഇവിടെ ഇരുന്ന് ആരാധിക്കുന്ന ഒറ്റ ആരാധന മതിയാകും നിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാകാൻ. ഇവിടെ എഴുതിയിട്ട ഒരൊറ്റ നിയോഗം മതിയാകും ആ വ്യക്തി ചിലപ്പോൾ മാനസാന്തരപ്പെടാൻ. ഒരൊറ്റ പ്രാർത്ഥന മതി, ഒറ്റ കല്ലും മതിയായിരുന്നു അവിടെ ഒരു വിജയം ഉണ്ടാകും. 4 കല്ലും ബാഗിൽ തന്നെ ഇരിപ്പുണ്ട്. പ്രാർത്ഥിച്ചൊറ്റ പ്രാർത്ഥന മതി രക്ഷപ്പെടാൻ. ഇന്ന് വന്നതൊന്നും ഒട്ടും നഷ്ടമാകത്തില്ല കേട്ടോ, ഒരിക്കലും നഷ്ടമാകില്ല. ഒന്ന് കണ്ണുകളെ അടച്ചേ. ഈ പാട്ട് ജോണിന് അറിയാമോ എന്നറിയത്തില്ല, ഞാൻ എഴുതി വച്ചിട്ടുണ്ട്, നോക്കട്ടെ. ഉലകവയിൽ കൊണ്ടു ഞാൻ, അറിയുമോ? ഒന്ന് കണ്ണുകളെ അടയ്ക്കാം. ജീവിതത്തിൽ നമ്മളൊക്കെ ചില പ്രശ്നത്തിൻ്റെ മുമ്പിൽ വാടിയിരിക്കുക, എന്നാ ചെയ്യണമെന്നറിയാതെ. ഉലകവയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതെ ദൈവം നടത്തും. എന്നാ ചെയ്യണമെന്നറിയോ? ആദ്യം എടുക്കേണ്ടത് ദൈവത്തിൻ്റെ നാമമാണ്. ആദ്യം എടുക്കേണ്ടത് വിശ്വാസമാണ്. കണ്ണുകളൊന്നടച്ച് നിങ്ങളെ സമ്മതിക്കുന്നു, നിങ്ങളെ ബഹുമാനിക്കുന്നു. ഈ നട്ടുച്ച നേരത്ത്, ഈ വെയിലും ചൂടും ആവിയും പരവേശമുള്ള സമയത്ത് ഒന്നിറങ്ങി ആ മുറ്റത്തേക്ക് പോലും നിൽക്കാൻ മനസ്സ്, അത്രയും പോലും നിങ്ങൾക്ക് പറ്റും. ഗേറ്റെല്ലാം തുറന്ന് കിടക്കുമല്ലേ, എന്നിട്ട് പോലും ഇതിനകത്ത് പുഴുങ്ങി കൊല പഴുപ്പിക്കാൻ വെച്ച പോലെ ഇതിനകത്തിരിക്കുക. പുഴുങ്ങി ചൂടും സഹിച്ച്, ആവി പരവേശ സഹിച്ച് നിങ്ങളെ ക്രിസ്തുവിൽ ബഹുമാനിക്കുന്നു. നിങ്ങളോട് ഇന്ന് പറയുവാണ്, ഈ ചൂടും ആവിയും പരവേശവും ദാഹവും ഒക്കെ ഉണ്ടായിട്ടും അതൊക്കെ കടിച്ച് പിടിച്ച് സഹിച്ച് ഒരു നല്ല പ്രാർത്ഥനയോടെ ഇവിടെ ഇരിക്കുന്ന അമ്മമാരോട്, പ്രാർത്ഥിക്കുന്ന അപ്പന്മാരോട്, പ്രാർത്ഥിക്കുന്ന യുവാക്കളോട് ചിലപ്പോഴൊക്കെ നിങ്ങളുടെ ശിരസിൽ കരങ്ങൾ വയ്ക്കുമ്പം ഉള്ളിലൊരു സങ്കടം തോന്നും. കാരണം പാവം, എത്രയോ കഷ്ടപ്പെട്ട് ഇവർ വന്നത്, എത്രയോ ആഗ്രഹത്തോടെ വന്ന്, ഒരു വലിയ വിശ്വാസത്തോടെ വന്ന് ഇവരെ ഒന്ന് നിരാശയോടെ പറഞ്ഞയക്കല്ല്. ഇവിടെ ഇരിക്കുന്ന ഒത്തിരി യുവാക്കളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അവർക്കൊക്കെ നല്ല ഭാവി, അവരെന്താണോ ആഗ്രഹിച്ച് വന്നത് ആ ലക്ഷ്യത്തിൽ തന്നെ അവരെത്തിക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. ആ ലക്ഷ്യത്തിൽ തന്നെ ആ കല്ല് ഉന്നം തെറ്റാതെ ചെന്നതുപോലെ ദൈവമേ ഇവരുടെ ജീവിതവും ലക്ഷ്യത്തിലെത്തണമേ. ഉലകവെയിൽ ഈ വെയിൽ കൊണ്ട് വാടിപ്പോകാൻ ഇടയാകല്ല്. സാഹചര്യങ്ങൾ പ്രതികൂലമാകാം, പക്ഷെ എന്നാലും നിങ്ങളുടെ ജീവിതം ലക്ഷ്യത്തിലെത്തും. ഒന്ന് ചേർന്ന് പാടിയേ. ഉലകവെയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ, ഉലകവെയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ, തണലെനിക്കു നൽകിയിടുവാൻ വലഭാഗത്തായുണ്ടു താൻ. തണലെനിക്കു നൽകിയിടുവാൻ വലഭാഗത്തായുണ്ടു താൻ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. പാടി. യേശു ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഉലക
വാടി വീഴാതോടുവാൻ ഉലകവയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ തണലെനിക്കു നൽകിയിടുവാൻ വലഭാഗത്തായുണ്ടു താൻ തണലെനിക്കു നൽകിയിടുവാൻ വലഭാഗത്തായുണ്ടു താൻ എന്നും നല്ലവൻ യേശു എന്നും നല്ലവൻ ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ യേശു ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഒന്ന് പ്രാർത്ഥിച്ച് കണ്ണുകളടച്ച് ആ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് നിങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി. നിങ്ങളിങ്ങനെ വചനം കേൾക്കാൻ മനസ്സ് വച്ചതിന്, വരാൻ തോന്നിയതിന്, ഇവിടെ ഇരുന്നതിന്, ഇങ്ങനെയൊക്കെ സഹകരിക്കുന്നതിന് ഏറ്റവും ബഹുമാനത്തോടെ വ്യക്തിപരമായി നന്ദി പറയുക. അകത്തിരിക്കുന്നവർ പുറത്തിരിക്കുന്നവർ ഒക്കെ എവിടെയായിക്കൊള്ളട്ടെ നന്ദി പറയുക. നിങ്ങളുടെ നല്ല മനസ്സിന് ഈ ത്യാഗത്തിനൊക്കെയും ഒരു പ്രതിഫലമുണ്ട്. ദൈവം എന്നെ, എൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കും. ദൈവം എൻ്റെ വീടിനെ അനുഗ്രഹിക്കും. എനിക്ക് നല്ലത് വരും എന്ന് വിശ്വസിക്കുക. നന്നായിട്ട് ജീവിക്കാൻ ഒരു കൊട്ടാരം വേണമെന്നില്ല, രാജാവാകണമെന്നുമില്ല. ദൈവം ഇരിക്കുന്ന ഒരു നല്ല മനസ്സ് മതി. പിടികിട്ടിയോ? ഒരു ജീവിതം നയിക്കാൻ ഒരു വലിയ കൊട്ടാരം പണിയണമെന്നില്ല, ഭരിക്കുന്ന ഒരു രാജാവാകണമെന്നുമില്ല. നല്ല ദൈവം ഇരിക്കുന്ന ഒരു നല്ല മനസ്സ് മതി. അങ്ങനെ ഉണ്ടെങ്കിൽ മൂർച്ചയുള്ള വാക്കുകൾ നിന്റെ നാവിൽ വരത്തില്ല. നീ എല്ലാവരെയും ബഹുമാനിക്കും, മറ്റുള്ളവരെ ആദരിക്കും. നിനക്ക് മറ്റുള്ളവരോട് വാത്സല്യം തോന്നും, നല്ലൊരു സൗഹൃദമുണ്ടാകും, ക്ഷമിക്കാൻ പറ്റും, നല്ലതുപോലെ മറ്റുള്ളവരെ മനസ്സിലാക്കും. അതിന് രാജാവാകണമെന്നില്ല, കൊട്ടാരം പണിയണമെന്നില്ല. ദൈവമിരിക്കുന്ന നല്ലൊരു മനസ്സ് മതി നന്നായിട്ട് ജീവിക്കാൻ. കണ്ണുകളടച്ച് നിങ്ങളോട് പറ, ദൈവം ഇരിക്കുന്നൊരു മനസ്സെനിക്ക് തരണേ. ദൈവം അകത്തിരിക്കുന്നൊരു മനസ്സാണ് നിങ്ങളുടെതെങ്കിൽ നിങ്ങളുടെ നാവിൽ ഒരിക്കലും ഒരു മൂർച്ചയുള്ള വാക്കും കൊള്ളിച്ചുള്ള വാക്കും തരം താഴ്ത്തിയുള്ള വാക്കും വരത്തില്ല. നല്ല വാത്സല്യമുള്ള വാക്കുകൾ, സ്നേഹമുള്ള വാക്ക് ഒക്കെ നിങ്ങളുടെ നാവിൽ വരും. നിങ്ങൾക്കെല്ലാവരോടും ഒരു വാത്സല്യമായിരിക്കും, എല്ലാവരോടും നല്ലൊരു സൗഹൃദമൊക്കെ തോന്നും. എന്തോ ഒരു പോസിറ്റീവ് എനർജിയുള്ള ഒരാൾ. രാജാവായതുകൊണ്ടല്ല, ജീവിച്ചിരുന്ന നാൾ കൊണ്ടൊരു കൊട്ടാരം പണിതുകൊണ്ടുമല്ല. നിൻ്റെ അകത്ത് ദൈവം ഇരിക്കുന്നൊരു മനസ്സുണ്ട്. ദൈവത്തിനിരിക്കാൻ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു കസേര ഉണ്ടായിരിക്കട്ടെ, ഒരു ഇരിപ്പിടം ഉണ്ടായിരിക്കട്ടെ. അത് മതി നിന്നെ സമ്പന്നനാക്കാൻ. അത് മതി നിന്നെ അനേകരുടെ മുമ്പിൽ നിനക്കൊരു മാന്യതയും ബഹുമാനവും കിട്ടാൻ. എല്ലാവർക്കും വേണ്ടി ഇന്ന് നിങ്ങൾ ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ അതെല്ലാം ഒരു അനുഗ്രഹമാകട്ടെ. ഒറ്റ പ്രാവശ്യം കൂടെ പാടുകയാണ്. ഉലകവയിൽ കൊണ്ടു ഞാൻ വാടിപ്പോകത്തില്ല. ഉലകവയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ, ഉലകവയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ, തണലെനിക്കു നൽകിയിടുവാൻ വലഭാഗത്തായുണ്ടു താൻ, തണലെനിക്കു നൽകിയിടുവാൻ വലഭാഗത്തായുണ്ടു താൻ. എന്നും നല്ലവൻ യേശു എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ല. പാടുമോ? എന്നും നല്ലവൻ യേശു എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ. ഒരു കരം ഉയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കരങ്ങൾ താഴ്ത്താം. അവസാനം പറഞ്ഞ കാര്യം മറക്കരുത്. നിങ്ങൾ നല്ലൊരു ജീവിതം നയിക്കാൻ ഒരു രാജാവാകണമെന്നില്ല, ഒരു കൊട്ടാരം പണിതണം നിർബന്ധമില്ല. ദൈവം അകത്തിരിക്കുന്ന ഒരു നല്ല മനസ്സുള്ളൊരു നല്ല മനുഷ്യനായാൽ മതി. അങ്ങനെയുള്ളൊരു മനുഷ്യനായാൽ നിങ്ങൾക്ക് ഒത്തിരി സൗഹൃദമായിരിക്കും, സന്തോഷമായിരിക്കും. ആരെയും നിങ്ങൾ ഉപദ്രവിക്കാൻ പോവില്ല,
ആരെയും നിങ്ങൾ നാണം കെടുത്താൻ പോവില്ല, ആർക്കും പാര വെക്കാൻ പോവില്ല, ആരെക്കുറിച്ചും ഇല്ലാവചനം പറയാൻ പോവില്ല, ആരെക്കുറിച്ചും ആരെയും കുത്തുന്ന വാക്ക് പറയാൻ പോവില്ല, ആരെയും ഇടിച്ചു താഴ്ത്താൻ പോവില്ല. കാരണം നിനക്ക് ദൈവമകത്തിരിക്കുന്ന ഒരു കുഞ്ഞ് നല്ല മനസ്സുണ്ട്. അതും മതി നിന്നെ ഒരു നല്ല മനുഷ്യനാക്കാൻ. ആ ഒറ്റ മനസ്സുണ്ടെങ്കിൽ ഒരുപാട് പേർ നിന്നെ ബഹുമാനിക്കും, ഒത്തിരി പേർ നിന്നെ ഇഷ്ടപ്പെടും. ദൈവത്തിൻ്റെ ഒരു കൂട്ട് എന്നും നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ഒരു സൗഹൃദം, ദൈവത്തിൻ്റെ ഒരു കൂട്ടുകാരനായിരിക്കും നീ. ദൈവത്തിൻ്റെ നല്ലൊരു കൂട്ടുകൂടെയുള്ള ഒരാളായിരിക്കും.